അപ്പൊ നമ്മളിപ്പോഴും നീൽസ് ബോറിന്റെ വീട്ടിലേക്കുള്ള വഴിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നീൽസ് ബോറിന്റെ വീട്ടിലേക്ക് ഇനിയും ഒരുപാട് ദൂരമുണ്ട്. ഏകദേശം പകുതിയോളം ദൂരം നമ്മൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞു. ഇനിയും നമ്മൾ എത്ര ദൂരമാണോ ട്രാവൽ ചെയ്ത് അത്രയും ദൂരം ഇനിയും നടക്കാനുണ്ട് നമുക്ക് അങ്ങോട്ട്. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മുന്നിലേക്ക് ഒരാൾ ചാടി വീഴുന്നത്. ആരാണ്? ആൾറെഡി നമ്മൾ ഒരാളെ കണ്ടു അല്ലെ? ആരായിരുന്നു? റേഡിയേഷനെ കണ്ടു. റേഡിയേഷന്റെ കഥകൾ നമ്മൾ കേട്ടു. റേഡിയേഷന്റെ സങ്കടങ്ങൾ നമ്മൾ കണ്ടു. സങ്കടങ്ങളൊക്കെ തീർത്തു കൊടുത്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. അപ്പോഴാണ് മറ്റൊരാൾ നമ്മുടെ മുന്നിലേക്ക് ചാടുന്നത്. ആരാണെന്നറിയോ? അറ്റോമിക് സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. ആരാണ്? അറ്റോമിക് സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യം അറ്റോമിക് സ്പെക്ട്രം ഓഫ് ഹൈഡ്രജനെ കുറിച്ചാണ്. ഓക്കെ, അറ്റോമിക് സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. ഈ അറ്റോമിക് സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ നമ്മളെ കാത്തു നിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അതിന്റെ കഥ നമ്മളോട് പറയാൻ വേണ്ടിയിട്ടാണ് അല്ലെ? പക്ഷെ അതിന്റെ കഥ നമ്മൾ അറിയുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അറ്റോമിക് സ്പെക്ട്രം അതിന്റെ കഥ നമ്മളോട് പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവണം. ഇതിനെക്കുറിച്ച് ഫണ്ടമെന്റൽ ആയ കാര്യങ്ങളുണ്ട്, കുറച്ച് ബേസിക് ആയ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ കഥ നന്നായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ അതിന് നമ്മൾ ആദ്യം അറിയേണ്ട കുറച്ച് ഫണ്ടമെന്റൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏറ്റവും ആദ്യം നമ്മൾ അറിയേണ്ടത് എന്താ അറിയോ? അറ്റോമിക് സ്പെക്ട്രം ഒക്കെ അവിടെ നിൽക്കട്ടെ, എന്താണ് സ്പെക്ട്രം ഓഫ് റേഡിയേഷൻ? അതറിഞ്ഞാലല്ലേ അറ്റോമിക് സ്പെക്ട്രം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ലെറ്റ് us start with സ്പെക്ട്രം ഓഫ് റേഡിയേഷൻ. നമ്മൾ തുടങ്ങുന്നത് സ്പെക്ട്രം ഓഫ് റേഡിയേഷൻ. ഇതെന്താണ് എന്ന് വളരെ നന്നായിട്ട് നിങ്ങൾക്ക് അറിയാം. കാരണം നമ്മൾ ഡ്വൽ നാച്ചർ ഓഫ് റേഡിയേഷൻ പറയുന്ന സമയത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഓഫ് റേഡിയേഷനും അതുപോലെ തന്നെ വിസിബിൾ സ്പെക്ട്രം ഓഫ് റേഡിയേഷനും നമ്മൾ ഡീറ്റെയിൽ ആയി പറഞ്ഞു കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പൊ അറിയാം എന്താണ് സ്പെക്ട്രം ഓഫ് റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് സ്പെക്ട്രം ഓഫ് റേഡിയേഷൻ? ദി അറേഞ്ച്മെന്റ് ഓഫ് റേഡിയേഷൻസ് in the increasing order of their wavelengths or in the decreasing order of frequencies is called as spectrum of radiations. അല്ലെ? റേഡിയേഷൻസിനെ എല്ലാം പിടിച്ചിരുത്തിയിട്ട് ആ റേഡിയേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ അവരുടെ വേവ് ലെങ്ത്തിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ അവരെ അറേഞ്ച് ചെയ്യാം. അപ്പൊ ഓട്ടോമാറ്റിക്കലി അത് എന്തിന്റെ ഡിക്രീസിംഗ് ഓർഡറിൽ ആയിക്കോളും? ഫ്രീക്വൻസിയുടെ ഡിക്രീസിംഗ് ഓർഡറിൽ ആയിക്കോളും അറേഞ്ച്മെന്റ്. ആ അറേഞ്ച്മെന്റിനെ നമ്മൾ വിളിക്കേണ്ട പേരാണ് എന്ത്? സ്പെക്ട്രം ഓഫ് റേഡിയേഷൻ. അപ്പൊ നമുക്കത് അറിയാവുന്നതാണ്, നമ്മൾ കണ്ടറിഞ്ഞ കാര്യങ്ങളാണ് അല്ലെ? ഈ സ്പെക്ട്രം ഓഫ് റേഡിയേഷൻ രണ്ട് തരത്തിലുണ്ട് എന്നാണ് പറയുന്നത്. There are two types of spectrum. റേഡിയേഷൻ സ്പെക്ട്രം രണ്ട് തരത്തിലുണ്ട്. ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് കണ്ടിന്യൂസ് സ്പെക്ട്രം. ഏതാണ്? കണ്ടിന്യൂസ് സ്പെക്ട്രം. രണ്ടാമത്തേത് ലൈൻ സ്പെക്ട്രം. So the first category of spectrum of radiation you can call it as continuous spectrum. Okay, രണ്ടാമത്തെ കാറ്റഗറി ഏതാണ്? ലൈൻ സ്പെക്ട്രം. ഓക്കെ, എന്താണ് കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ? ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ? ഒരു സ്പെക്ട്രം നമ്മൾ എടുത്താൽ അതിലെ കമ്പോണന്റ് റേഡിയേഷൻസിന് ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവരുത്. ഒരു സ്പെക്ട്രം എടുത്തിട്ട് നമ്മൾ രണ്ട് റേഡിയേഷൻസ് എടുത്താൽ ഒരു റേഡിയേഷൻ കഴിഞ്ഞ് അടുത്ത റേഡിയേഷനിലേക്ക് പോകുമല്ലോ. ആ രണ്ട് റേഡിയേഷൻസിന് ഇടയിൽ ഒരിക്കലും ഗ്യാപ്പ് ഉണ്ടാവരുത്. എന്ന് പറഞ്ഞാൽ ഒരു റേഡിയേഷൻ കഴിഞ്ഞ ഉടനെ അടുത്ത റേഡിയേഷൻ വരണം, അത് കഴിഞ്ഞ ഉടനെ അടുത്ത റേഡിയേഷൻ വരണം, അത് കഴിഞ്ഞ ഉടനെ അടുത്ത റേഡിയേഷൻ വരണം. ഏതുപോലെ? നമ്മുടെ വിസിബിൾ സ്പെക്ട്രം പോലെ. വിസിബിൾ സ്പെക്ട്രം എല്ലാവർക്കും അറിയാലോ, വിബ്ജിയോർ അല്ലെ? വയലറ്റ് കഴിഞ്ഞ് ഇൻഡിഗോയ്ക്ക് ഇടയിൽ ഗ്യാപ്പ് ഉണ്ടോ? ഇല്ലല്ലോ. വയലറ്റ് നേരെ ഇൻഡിഗോയിൽ മെർജ് ചെയ്യുന്ന രീതിയിലാണ് അല്ലെ? ഇൻഡിഗോ കഴിഞ്ഞ് ബ്ലൂവിന്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടോ? ഇല്ല. ഇൻഡിഗോ നേരെ ബ്ലൂവിലേക്ക് മെർജ് ചെയ്യുന്ന പോലെയാണ്. ബ്ലൂ കഴിഞ്ഞ് ഗ്രീൻ അല്ലെ? ബ്ലൂക്കും ഗ്രീനിനും ഇടയിൽ ഗ്യാപ്പ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ അവിടെ? ഇല്ലല്ലോ. ബ്ലൂ നേരെ ഗ്രീനിലേക്ക് അങ്ങ് മെർജ് ചെയ്യാണ് ചെയ്യുക. അത്തരം സ്പെക്ട്രത്തെയാണ് നമ്മൾ എന്ത് പറയാ? കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറയാം. അപ്പൊ ആ വാക്ക് അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് ആ സ്പെക്ട്രത്തിന്റെ കാര്യങ്ങളും. സോ വാട്ട് ഡു യു മീൻ ബൈ കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്പെക്ട്രം ഓഫ് റേഡിയേഷൻസ് ഇൻ വിച്ച് ഓൾ വേവ് ലെങ്ത്സ് അഥവാ ഓൾ റേഡിയേഷൻസ് ആർ പ്രസന്റ് ബിറ്റ്വീൻ സർട്ടൈൻ ലിമിറ്റ്സ്. ഒരു ലിമിറ്റിനുള്ളിൽ എല്ലാ റേഡിയേഷൻസും പ്രസന്റ് ആയിരിക്കുന്ന രീതിയാണ് അല്ലെങ്കിൽ സ്പെക്ട്രം ആണെന്ത്? കണ്ടിന്യൂസ് സ്പെക്ട്രം. എന്താ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത? ഇൻ വിച്ച് വൺ റേഡിയേഷൻ മെർജസ് ഇൻ ടു ദി അതർ. ഒരു റേഡിയേഷൻ അടുത്ത റേഡിയേഷനിലേക്ക് എന്ത് ചെയ്യാണ് ചെയ്യുക? മെർജ് ചെയ്യുന്ന രീതിയിലാണ്, അല്ലാതെ രണ്ടുപേരും തമ്മിൽ ഗ്യാപ്പ് ഒന്നും ഉണ്ടാവരുത്. അത്തരം സ്പെക്ട്രമാണ് കണ്ടിന്യൂസ് സ്പെക്ട്രം. അപ്പോൾ ഈ സ്പെക്ട്രത്തിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ഏതാ? നമ്മുടെ വിസിബിൾ സ്പെക്ട്രം തന്നെയാണ്. So the best suitable example for continuous spectrum is visible spectrum. Okay, അപ്പൊ അങ്ങനെയാണെങ്കിൽ ലൈൻ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വളരെ വ്യക്തല്ലേ? കണ്ടിന്യൂസ് ആവില്ല. ഒരു റേഡിയേഷൻ കഴിഞ്ഞ് അടുത്ത റേഡിയേഷൻ വരുന്നതിന് മുമ്പ് ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പ് നമ്മൾ എങ്ങനെ കാണുക? അപ്പോ ഒരു റേഡിയേഷൻ നമ്മളെപ്പോഴും ബ്രൈറ്റ് ലൈൻസ് ആയിട്ടാണല്ലോ കാണാം അല്ലെ? അപ്പൊ ഈ ഗ്യാപ്പ്, റേഡിയേഷന്റെ ഇടയിലുള്ള ഗ്യാപ്പ് നമ്മൾ എങ്ങനെ കാണുക? അപ്പോ
അവിടെ കറുത്ത നിറമായിരിക്കും, ഡാർക്ക് ബാൻഡുകളുടെ രൂപത്തിലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇതൊരു സ്പെക്ട്രമാണ് കേട്ടോ, ഇതൊരു സ്പെക്ട്രമാണെന്ന് വിചാരിച്ചോ. ഈ സ്പെക്ട്രത്തില് ഞാൻ ഈ ബ്രൈറ്റ് ആയിട്ട്, അതായത് ഈ ചോക്ക് കൊണ്ട് കളർ ചെയ്തിരിക്കുന്നത് റേഡിയേഷൻ ആണ് കേട്ടോ. ഇതൊരു ലൈൻ സ്പെക്ട്ര. നോക്കിയാ നിങ്ങള്, ഇതൊരു റേഡിയേഷൻ ആണ് അല്ലെ, ഇതൊരു റേഡിയേഷൻ ആണ്, ഇതും റേഡിയേഷൻ ആണ്, ഇതും റേഡിയേഷൻ ആണ്. പക്ഷേ ഈ റേഡിയേഷൻസിന്റെ ഒക്കെ തൊട്ടടുത്ത് കിടക്കുന്ന റേഡിയേഷന്റെ ഇടയിൽ കണ്ടോ ഒരു ബ്ലാങ്ക് സ്പേസ് കണ്ടോ? ഇത് ഡാർക്ക് ബാൻഡുകളായിട്ടാണ് നമ്മൾ സ്പെക്ട്രം കാണുന്ന സമയത്ത് ഇതൊക്കെ കറുത്ത നിറത്തിലുള്ള ബാൻഡുകളായിരിക്കും, ഡാർക്ക് ബാൻഡുകളായിട്ടാണ് കാണാം ഈ ഗ്യാപ്പ് എല്ലാം. അപ്പൊ നമുക്ക് പറയാം ലൈൻ സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എ സ്പെക്ട്രം ഇൻ വിച്ച് ബ്രൈറ്റ് ലൈൻസ് ആർ സെപ്പറേറ്റഡ് ബൈ ഡാർക്ക് ബാൻഡ്സ്. ബ്രൈറ്റ് ലൈനുകൾ എന്താ? അത് റേഡിയേഷൻ ആണ്. ഈ ഡാർക്ക് ബാൻഡ് എന്താ? ആ റേഡിയേഷൻ ഇടയിലുള്ള ഗ്യാപ്പ് ആണ്. പറഞ്ഞു മനസ്സിലായോ? സോ ദിസ് ഈസ് ദ ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് എ ലൈൻ സ്പെക്ട്രം. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണം എന്താണ് ഒരു ലൈൻ സ്പെക്ട്രം എന്ന്. ഞാൻ ഈ ചോക്ക് കൊണ്ട് വെള്ള കളറിൽ കൊടുത്തിരിക്കുന്ന എല്ലാം എന്താണ്? ബ്രൈറ്റ് ലൈൻസ് ആണ്. അതൊക്കെ നമ്മുടെ റേഡിയേഷൻസ് ആണ്. പക്ഷെ തൊട്ടടുത്ത രണ്ട് റേഡിയേഷൻ ഇടയിൽ എന്തുണ്ടാവും? ഗ്യാപ്പ് ഉണ്ടാവും. അത് ഡാർക്ക് ബാൻഡുകളായിട്ടാണ് അപ്പിയർ ചെയ്യുക. സോ ദീസ് ആർ ബ്രൈറ്റ് ലൈൻസ്. ബ്രൈറ്റ് ലൈൻസ്. ഇതൊരു ബ്രൈറ്റ് ലൈൻ ആണ്, ഇത് ബ്രൈറ്റ് ലൈൻ ആണ്, ഇത് ബ്രൈറ്റ് ലൈൻ ആണ്, ഇതും ബ്രൈറ്റ് ലൈൻ ആണ്. ഈ ബ്രൈറ്റ് ലൈൻസിനിടയിലെല്ലാം എന്തുണ്ടാവും? ഡാർക്ക് ബാൻഡുകൾ ഉണ്ടാവും കേട്ടോ. ഇതൊരു ഡാർക്ക് ബാൻഡ് ആണ്, ഇതൊരു ഡാർക്ക് ബാൻഡ് ആണ്, ഇതും ഡാർക്ക് ബാൻഡ് ആണ്. കണ്ടല്ലോ? സോ ദിസ് കൈൻഡ് ഓഫ് സ്പെക്ട്രം ഇസ് കോൾഡ് ആസ് ലൈൻ സ്പെക്ട്രം. അപ്പൊ കണ്ടിന്യൂസ് സ്പെക്ട്രം എന്താണ്, ലൈൻ സ്പെക്ട്രം എന്താണ് എന്ന് മനസ്സിലായല്ലോ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ക്ലിയർ ആയല്ലോ. എപ്പോഴും ഓർക്കുക, കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഗ്യാപ്പുകൾ ഉണ്ടാവില്ല. ഒരു ലൈൻ കഴിഞ്ഞാൽ അടുത്ത ലൈൻ ആയിരിക്കും, ഒരു റേഡിയേഷൻ കഴിഞ്ഞാൽ അടുത്ത റേഡിയേഷൻ ആയിരിക്കും. പക്ഷെ ലൈൻ സ്പെക്ട്രം എന്താണ്? എ സ്പെക്ട്രം ഇൻ വിച്ച് ബ്രൈറ്റ് ലൈൻസ് ആർ സെപ്പറേറ്റഡ് ബൈ ഡാർക്ക് ബാൻഡ്സ്. അപ്പൊ ബ്രൈറ്റ് ലൈൻസ് എന്താ? റേഡിയേഷൻസ് ആണ്. ഡാർക്ക് ബാൻഡ്സ് എന്താ? റേഡിയേഷന്റെ ഇടയിലുള്ള ഗ്യാപ്പ് ആണ്, വേക്കന്റ് സ്പേസ് ആണ്. ക്ലിയർ ആണ് ഞാൻ പറഞ്ഞ കാര്യം? ഓക്കെ. ഈ രണ്ട് തരം സ്പെക്ട്രത്തിൽ ഏത് കാറ്റഗറിയിൽ പെടുന്ന സ്പെക്ട്രമാണ് നമുക്ക് ആവശ്യമുള്ള അറ്റോമിക് സ്പെക്ട്രം എന്ന് അറിയുന്നത്? നിങ്ങൾക്ക് നമ്മൾ ഇനി പറയാൻ പോകുന്ന അറ്റോമിക് സ്പെക്ട്രത്തെ കുറിച്ചാണ്. അറ്റോമിക് സ്പെക്ട്രം ഈ രണ്ട് കാറ്റഗറിയിൽ ഏതിലാണ് പെടുക എന്നറിയോ? ലൈൻ സ്പെക്ട്രത്തിലാണ് പെടുക. അറ്റോമിക് സ്പെക്ട്രം എന്ന് പറയുന്നത് നമ്മൾ ഇനി പറയാൻ പോകുന്നത് അറ്റോമിക് സ്പെക്ട്രത്തെ കുറിച്ചാണ്. അറ്റോമിക് സ്പെക്ട്രം എന്ന് പറയുന്നത് ഒരു ലൈൻ സ്പെക്ട്രം ആണ്. ഓക്കെ, കണ്ടിന്യൂസ് സ്പെക്ട്രം അല്ല. അപ്പൊ പറഞ്ഞ മനസ്സിലായേ? സ്പെക്ട്രം ഓഫ് റേഡിയേഷൻ എന്താണെന്ന് പറഞ്ഞു, ഏതൊക്കെയാണ് രണ്ട് തരം സ്പെക്ട്രം ഓഫ് റേഡിയേഷൻ എന്ന് പറഞ്ഞു. അതിൽ ഏതിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഏതിനെ കുറിച്ചാണ്? ലൈൻ സ്പെക്ട്രത്തെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ലൈൻ സ്പെക്ട്രം അല്ലെ. ലൈൻ സ്പെക്ട്രത്തിന് എക്സാമ്പിൾ ഏതാണ്? അറ്റോമിക് സ്പെക്ട്രം. അറ്റോമിക് സ്പെക്ട്രം. ഓക്കെ, എന്താണ് അറ്റോമിക് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ? എന്താ അറ്റോമിക് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ? ആറ്റത്തിൽ നിന്നും കിട്ടുന്ന സ്പെക്ട്രം ആണെന്ത്? അറ്റോമിക് സ്പെക്ട്രം. ആറ്റത്തിൽ നിന്ന് സ്പെക്ട്രം കിട്ടുമോ? കിട്ടണമല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മൾ അതിന് അറ്റോമിക് സ്പെക്ട്രം എന്ന് വിളിക്കേണ്ടി വന്നത്. ആറ്റത്തിൽ നിന്ന് സ്പെക്ട്രം കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? ആറ്റത്തിൽ നിന്ന് റേഡിയേഷൻസ് പുറത്തേക്ക് വരണം. നമ്മൾ റേഡിയേഷൻസിന്റെ അറേഞ്ച്മെന്റ് ആണല്ലോ സ്പെക്ട്രം എന്ന് പറയുന്നത്. അങ്ങനെ റേഡിയേഷൻ, ഒരു ആറ്റത്തിൽ നിന്ന് റേഡിയേഷൻ പുറത്തേക്ക് വരുമ്പോഴാണല്ലോ നമ്മൾ അതിനെ അറ്റോമിക് സ്പെക്ട്രം എന്ന് വിളിക്കേണ്ടി വരിക. ആണ്. അങ്ങനെ റേഡിയേഷൻസ് ഒരു ആറ്റത്തിൽ നിന്ന് പുറത്തേക്ക് വരുമോ? പുറത്തേക്ക് വരും. അതെങ്ങനെയാണോ ആറ്റത്തിനുള്ള റേഡിയേഷൻ പുറത്തേക്ക് വരിക? ആറ്റം റേഡിയേഷനെ ഒക്കെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ഉള്ളിലാക്കിയിരിക്കുക അല്ല. ഇതെന്താ സംഭവം എന്നറിയോ? ആറ്റത്തിനുള്ളിൽ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. ഈ ഇലക്ട്രോൺസിന് പല എനർജി ലെവലുകളിൽ ഇരിക്കാൻ പറ്റും. ഈ എനർജി ലെവലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നുണ്ട്. തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കുക, ഒരാറ്റത്തിനുള്ളിൽ ഇലക്ട്രോൺസിന് പല എനർജി ലെവലുകളിൽ ഇരിക്കാൻ പറ്റും. അങ്ങനെ കുറെ നേരം ഒരേ എനർജി ലെവലിൽ ഇരിക്കുമ്പോൾ ഇലക്ട്രോണിന് മടുപ്പ് തോന്നും. അപ്പൊ ഇലക്ട്രോൺ എന്ത് ചെയ്യും? അടുത്ത എനർജി ലെവലിലേക്ക് ചാടും. പറഞ്ഞ ക്ലിയർ ആയോ? അങ്ങനെ ഇലക്ട്രോൺസ് ഒരു എനർജി ലെവലിൽ നിന്ന് മറ്റൊരു എനർജി ലെവലിലേക്ക് ചാടുമ്പോ ആറ്റത്തിനുള്ളിൽ എനർജി ചേഞ്ച് സംഭവിക്കും. പറഞ്ഞ മനസ്സിലായോ? ആ എനർജി ചേഞ്ചിനനുസരിച്ച് എന്ത് ചെയ്യും? ആറ്റത്തിൽ നിന്ന് റേഡിയേഷൻ എമിറ്റ് ചെയ്യും പുറത്തേക്ക്. പറഞ്ഞ മനസ്സിലായോ? ഈ റേഡിയേഷൻസിനൊക്കെ നമ്മളൊരു സ്പെക്ട്രത്തെ പോലെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് സ്പെക്ട്രം ഇസ് കോൾഡ് ആസ് അറ്റോമിക് സ്പെക്ട്രം. അത് എങ്ങനെയുള്ള സ്പെക്ട്രമാണ് മക്കളെ? കണ്ടിന്യൂസ് സ്പെക്ട്രം ആയിരിക്കുമോ? ഒരിക്കലും ആയിരിക്കില്ല. അതൊരു ലൈൻ സ്പെക്ട്രം ആയിരിക്കും. ഓർക്കണം നിങ്ങളത്. ഓക്കെ, സോ വാട്ട് ഡു യു മീൻ ബൈ അറ്റോമിക് സ്പെക്ട്രം? അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ആറ്റത്തിനുള്ളിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് അറ്റോമിക് സ്പെക്ട്രം കിട്ടുക എന്നാണ് പറഞ്ഞത്. സോ ഹൗ ഡു യു ഡിഫൈൻ അറ്റോമിക് സ്പെക്ട്രം, ഓർ വാട്ട് ഡു യു മീൻ ബൈ അറ്റോമിക് സ്പെക്ട്രം? ദ സ്പെക്ട്രം ഓഫ് റേഡിയേഷൻസ് which are emitted due to the energy changes taking place in an atom. Okay,
or we can say that a spectrum of radiations which are emitted or absorbed during the transition of electron between energy levels within an atom. ഒരു ആറ്റത്തിനുള്ളിലുള്ള എനർജി ലെവലുകൾക്കിടയിലുള്ള ഇലക്ട്രോൺസിന്റെ ട്രാൻസിഷൻ കൊണ്ട് ഒരു ആറ്റത്തെ അബ്സോർബ് ചെയ്യുന്ന അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിന്റെ സ്പെക്ട്രത്തെയാണ് നമ്മൾ എന്ത് വിളിക്കേണ്ടത്? അറ്റോമിക് സ്പെക്ട്രം എന്ന് വിളിക്കേണ്ടത്. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ spectrum of radiations emitted due to the energy changes taking place in an atom. ഒരു ആറ്റത്തിനുള്ളിൽ നടക്കുന്ന എനർജി ചേഞ്ചുകൾ കൊണ്ട് ഒരു ആറ്റം എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസിന്റെ സ്പെക്ട്രത്തെയാണ് നമ്മൾ എന്ത് പറയാം? അറ്റോമിക് സ്പെക്ട്രം എന്ന് പറയാം. പറഞ്ഞ ക്ലിയർ ആണ്? ഇനി അറ്റോമിക് സ്പെക്ട്രം രണ്ട് തരത്തിലുണ്ട് എന്നാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. എന്താണ് പറഞ്ഞത്? There are two types of atomic spectrum. അറ്റോമിക് സ്പെക്ട്രം രണ്ട് തരത്തിലുണ്ട്. ആദ്യത്തെ ടൈപ്പ് ഓഫ് അറ്റോമിക് സ്പെക്ട്രത്തെ നമ്മൾ അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറയും. എന്താണ്? അബ്സോർപ്ഷൻ സ്പെക്ട്രം. അബ്സോർപ്ഷൻ സ്പെക്ട്രം. ഓക്കെ. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് അറ്റോമിക് സ്പെക്ട്രത്തെ നമ്മൾ എമിഷൻ സ്പെക്ട്രം എന്ന് പറയും. എന്താ വിളിക്കുക? എമിഷൻ സ്പെക്ട്രം. ഓക്കെ. അപ്പൊ അബ്സോർപ്ഷൻ സ്പെക്ട്രവും എമിഷൻ സ്പെക്ട്രവും രണ്ടും എന്താണെന്ന് പറയണ്ടേ? രണ്ടും അറ്റോമിക് സ്പെക്ട്രം തന്നെയാണ്. രണ്ടും ആറ്റത്തിനുള്ളിൽ നടക്കുന്ന എനർജി ചേഞ്ചസ് കൊണ്ടുണ്ടാവുന്ന സ്പെക്ട്രങ്ങൾ തന്നെയാണ്. ഇലക്ട്രോണുകൾ ഒരു എനർജി ലെവലിൽ നിന്ന് മറ്റൊരു എനർജി ലെവലിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സ്പെക്ട്രം തന്നെയാണ്. പക്ഷെ പിന്നെന്താ രണ്ടും തമ്മിലൊരു വ്യത്യാസം പറയാം. എന്താണെന്ന് പറയാം. ശ്രദ്ധിച്ചോടാ. നമ്മളൊരു ഡിസ്ചാർജ് ട്യൂബ് എടുക്കുക. ഈ ഡിസ്ചാർജ് ട്യൂബിനുള്ളിലെ നമ്മൾ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് ഫില്ല് ചെയ്യുക, ഏതെങ്കിലും ഒരു എലമെന്റ് ഫില്ല് ചെയ്യുക. ഹൈഡ്രജനോ അല്ലെങ്കിൽ നൈട്രജനോ സോഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു എലമെന്റ് ഇതിൽ ഫില്ല് ചെയ്യാം. സപ്പോസ് ഞാനിതിൽ ഫില്ല് ചെയ്യുന്നത് നൈട്രജൻ ആണെന്ന് വിചാരിച്ചു, നൈട്രജൻ ഗ്യാസ് ആണെന്ന് വിചാരിച്ചോ. ഞാൻ ഇതിൽ ഫില്ല് ചെയ്തു അല്ലെ? നൈട്രജൻ ഗ്യാസിനെ ഫില്ല് ചെയ്തിട്ട് ഞാൻ ഈ ഡിസ്ചാർജ് ഇവിടെ ഞാനൊരു സോഴ്സ് ഓഫ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാനൊരു ലൈറ്റിന്റെ സോഴ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ലൈറ്റിന്റെ ഒരു സോഴ്സ് വെച്ചിട്ടുണ്ട്. ഇത് ലൈറ്റ് സോഴ്സ് ആണ്. ഇതിൽ നിന്നും ലൈറ്റ് ഇങ്ങനെ വരും. ഈ ലൈറ്റിനെ ഞാൻ ഒരു സ്ലിറ്റിലൂടെ കടത്തി വിടും. ഓക്കെ. എന്നിട്ട് ഈ സ്ലിറ്റിനുള്ളിലൂടെ ലൈറ്റ് ഡിസ്ചാർജ് ട്യൂബിനുള്ളിലൂടെ കയറിയിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇവിടെ എത്തും. ഇവിടെ എത്തുമ്പോ ഞാൻ ഇതിന് എന്ത് ചെയ്യുന്നറിയോ? ഒരു പ്രിസം വെക്കും ഇതിന്റെ മുന്നിൽ. എന്താ വെച്ചത്? ഒരു പ്രിസം വെക്കും ഞാൻ ഇവിടെ. ഈ പ്രിസം വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ ലൈറ്റ് ഡിസ്പേഴ്സ് ചെയ്യും അല്ലെ? പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് അതിന്റെ കമ്പോണന്റ് കളറുകളായിട്ട് സെപ്പറേറ്റഡ് ആവും. ആ പുറത്ത് വരുന്ന കമ്പോണന്റ് കളേഴ്സിനെ ഞാൻ ഒരു സ്ക്രീൻ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും? ആ സ്ക്രീനിന്റെ മുകളിലേക്ക് പതിപ്പിക്കും. ഈ സ്ക്രീനിന്റെ മുകളിലേക്ക് ഞാൻ ഈ പ്രിസത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആ റേഡിയേഷന്റെ കമ്പോണന്റ് കളറുകളെ പതിപ്പിക്കും. അപ്പൊ എനിക്ക് ആ സ്ക്രീനിൽ എന്ത് കിട്ടും? റേഡിയേഷൻസിന്റെ ഒരു അറേഞ്ച്മെന്റ് കിട്ടും. ശരിയല്ലേ? ആ അറേഞ്ച്മെന്റ് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? ഒന്നുകിൽ വേവ് ലെങ്തിന്റെയോ അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെയോ അറേഞ്ച്മെന്റ് ആയിരിക്കും. ആണല്ലോ. ആ അറേഞ്ച്മെന്റ് എനിക്ക് എന്ത് വിളിക്കാം? സ്പെക്ട്രം എന്ന് വിളിക്കാം. ഇവിടെ ഞാൻ അതിന് എന്താ വിളിക്കേണ്ടത്? ഒരു ആറ്റത്തിൽ നിന്നും വന്ന സ്പെക്ട്രം അല്ലേ? കാരണം നമ്മളിവിടെ ഒരു നൈട്രജൻ എന്ന് പറയുന്ന ഗ്യാസ് ഫില്ല് ചെയ്തു. അപ്പൊ ആ ലൈറ്റ് കടന്നു പോയത് ഇതിലൂടെയാ? നൈട്രജൻ ഗ്യാസിലൂടെയാ. എന്ന് പറഞ്ഞാൽ നൈട്രജന്റെ മോളിക്യൂൾസിലൂടെയാ. എന്ന് പറഞ്ഞാൽ നൈട്രജന്റെ ആറ്റങ്ങളിലൂടെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്കിവിടെ കിട്ടിയത് ഈ നൈട്രജൻ ആറ്റങ്ങളിൽ നിന്ന് വരുന്ന സ്പെക്ട്രം ആയിരിക്കും. പറഞ്ഞ മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ എനിക്ക് ഇതിനെ അറ്റോമിക് സ്പെക്ട്രം എന്ന് വിളിക്കാലോ? വിളിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞത് എന്താ? അറ്റോമിക് സ്പെക്ട്രം രണ്ട് തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? അബ്സോർപ്ഷൻ സ്പെക്ട്രം ഉണ്ട്, എമിഷൻ സ്പെക്ട്രം ഉണ്ട്. ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കണം നിങ്ങൾ. നമ്മൾ ഇവിടുന്ന് ഒരു ലൈറ്റ് പറഞ്ഞയച്ചു അല്ലെ? ഈ ലൈറ്റിൽ ഏതൊക്കെ കമ്പോണന്റുകളാണ് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് ഓർമ്മയുണ്ട്. നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് പറഞ്ഞയക്കുന്ന ലൈറ്റിൽ ഏതൊക്കെ കമ്പോണന്റുകളാണ് ഉള്ളത് എന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ലൈറ്റ് ഇങ്ങനെ പോയി നൈട്രജനിലൂടെ കടന്നുപോയി. നൈട്രജന്റെ പുറത്തേക്ക് വന്ന ലൈറ്റ് പ്രിസത്തിലൂടെ കടന്നുപോയി ഇവിടെ കമ്പോണന്റ് കളറുകളായിട്ട് മാറി നമുക്ക് സ്ക്രീനിൽ അത് കിട്ടുകയും ചെയ്തു. പക്ഷേ ഈ സ്ക്രീനിൽ കിട്ടിയ കമ്പോണന്റ് കളറുകളിൽ ഞാൻ ഇവിടുന്ന് പറഞ്ഞയച്ച ലൈറ്റിലെ മുഴുവൻ കമ്പോണൻസും ഇല്ല. കുറച്ച് കമ്പോണൻസ് മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ. അപ്പൊ ബാക്കി റേഡിയേഷൻസ് ഒക്കെ എവിടെ? ഇവിടുന്ന് പറഞ്ഞയച്ച ലൈറ്റിൽ ഏതൊക്കെ റേഡിയേഷൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. ആ റേഡിയേഷൻസ് മുഴുവൻ ഇവിടെ കിട്ടണം അല്ലെ? പക്ഷെ കിട്ടിയിട്ടില്ല. കുറച്ച് റേഡിയേഷൻസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ.
അതിനിടയിൽ കുറെ റേഡിയേഷൻസ് മിസ്സിംഗ് ആണ്. ആ റേഡിയേഷൻസ് എവിടെയാ? ആ റേഡിയേഷൻസ് ഈ ഡിസ്ചാർജ് ട്യൂബിനുള്ളിൽ എവിടെയോ തങ്ങി നിൽക്കുന്നുണ്ട്. എന്താ സംഭവിച്ചെന്നറിയോ? നിങ്ങൾ ഈ റേഡിയേഷനെ ഈ ഡിസ്ചാർജ് ട്യൂബിനുള്ളിലെ ഗ്യാസിലൂടെ കടത്തി വിട്ടപ്പോ ആ ഗ്യാസ് മോളിക്യൂളുകൾ അല്ലെങ്കിൽ ആ ഗ്യാസ് ആറ്റംസ് അതിലെ ചില കമ്പോണന്റ് റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്ത് വെച്ചു, എടുത്തു വെച്ചു. എന്നിട്ട് കുറച്ചു പേര് മാത്രമേ പുറത്തേക്ക് വിട്ടുള്ളൂ. ആ പുറത്തേക്ക് വന്ന ആളുകളുടെ കമ്പോണന്റുകൾ മാത്രമേ നമുക്ക് ഇവിടെ കിട്ടിയുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞയച്ച മുഴുവൻ റേഡിയേഷൻസും ഇവിടെ എനിക്ക് കിട്ടിയിട്ടുണ്ടാവോ? കിട്ടിയിട്ടുണ്ടാവില്ല. ആ മിസ്സായി പോയ ആളുകൾ ആരുടെ കയ്യിലുണ്ട്? ഇതിനുള്ളിൽ ഞാൻ നിറച്ച ആറ്റങ്ങൾക്കുള്ളിലുണ്ട്. പറഞ്ഞ മനസ്സിലായ മക്കളെ? ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയ സ്പെക്ട്രം ഇല്ലേ, ഈ സ്പെക്ട്രത്തെയാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറയാം. എന്താ ഞാൻ അതിനെ വിളിക്കുക? അബ്സോർപ്ഷൻ സ്പെക്ട്രം. സോ എന്താണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ the spectrum of radiations obtained when a light is passed through a substance showing dark bands due to the absorption of certain radiations. ഒന്നുകൂടി പറയണോ? ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ ആ ഡെഫിനേഷൻ ഒന്നുകൂടി പറയാം. ഒരു ആറ്റത്തിൽ നിന്നും നമുക്ക് കിട്ടിയ സ്പെക്ട്രം ഓഫ് റേഡിയേഷനിൽ ഈ രണ്ട് റേഡിയേഷൻസിനിടയിൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും അല്ലെ? കാരണം ഈ രണ്ട് റേഡിയേഷന്റെ ഇടയിലുള്ള ഒരു റേഡിയേഷൻ മിസ്സിംഗ് ആണ്. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അങ്ങനെ റേഡിയേഷൻ ഇടയിലൊക്കെ ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഗ്യാപ്പുകളെ നമ്മൾ എങ്ങനെയാ കാണുക? ഇതൊരു ലൈൻ സ്പെക്ട്രം ആണെന്ന് ആൾറെഡി പറഞ്ഞല്ലോ. ബാൻഡുകൾ, ഡാർക്ക് ബാൻഡുകളായിട്ടാണ് കാണുക അല്ലെ? അപ്പോ നമുക്ക് കിട്ടിയ സ്പെക്ട്രത്തിൽ ഡാർക്ക് ബാൻഡുകൾ ഉണ്ടാവുക. അറ്റോമിക് സ്പെക്ട്രത്തിൽ ഡാർക്ക് ബാൻഡുകൾ ഉണ്ടാവുക. ആ ഡാർക്ക് ബാൻഡുകൾ എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ആ ഡാർക്ക് ബാൻഡുകൾ ഉള്ളത് യഥാർത്ഥത്തിൽ അവിടെ വരേണ്ടിയിരുന്ന റേഡിയേഷനെ നമ്മുടെ ആറ്റംസ് അബ്സോർബ് ചെയ്തുകൊണ്ടാണ്. സോ ദാറ്റ് ഇസ് ദ റീസൺ വൈ ദിസ് ഇസ് കോൾഡ് ആസ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. എന്ന് പറഞ്ഞാൽ അബ്സോർപ്ഷന് ശേഷമുള്ള സ്പെക്ട്രം ആണെന്ത്? അബ്സോർപ്ഷൻ സ്പെക്ട്രം. സോ ഒന്നുകൂടി ഞാൻ ഡിഫൈൻ ചെയ്യാം. എ സ്പെക്ട്രം ഓഫ് റേഡിയേഷൻസ്, okay, which is obtained when a light is passed through certain substance, okay, showing dark bands. എന്തുകൊണ്ടാണ് ഈ ഡാർക്ക് ബാൻഡ്സ് വന്നത്? Due to the absorption of certain wavelengths, due to the absorption of certain radiations. പറഞ്ഞ ക്ലിയർ ആണ്? സോ ദിസ് ഇസ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. ആയിക്കോട്ടെ. അപ്പൊ അബ്സോർപ്ഷൻ സ്പെക്ട്രം ഒക്കെ സംഭവിച്ചു കഴിഞ്ഞു. നമ്മൾ തൽക്കാലം ഈ സോഴ്സ് ഒക്കെ നിർത്തി. സോഴ്സിൽ നിന്ന് ഇപ്പോൾ റേഡിയേഷൻ പുറത്തേക്ക് വരുന്നില്ല. അബ്സോർപ്ഷൻ സ്പെക്ട്രം ഒക്കെ കിട്ടി കേട്ടോ. തൽക്കാലം നമ്മൾ ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ ഈ അറേഞ്ച്മെന്റ് ഇപ്പോൾ ഇതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. ഈ അറേഞ്ച്മെന്റ് ഇപ്പോൾ ഇതുപോലെ തന്നെയുണ്ട്. നമ്മൾ ഇവിടുന്ന് ലൈറ്റ് കൊടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇവിടെ എനിക്ക് കിട്ടിയ സ്പെക്ട്രവും ഇല്ലാതെയാവും. ശരിയല്ലേ? അങ്ങനെ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. കാരണം ഞാൻ ഇവിടുന്ന് പറഞ്ഞയച്ച മുഴുവൻ റേഡിയേഷൻസ് എനിക്ക് ഇപ്പുറത്ത് കിട്ടിയിട്ടില്ല. അപ്പൊ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ആ റേഡിയേഷൻസ് എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് കുറച്ചു കഴിഞ്ഞപ്പോ ഈ സ്ക്രീനില് നേരത്തെ നമ്മൾ ഡാർക്ക് ബാൻഡുകൾ കണ്ടില്ലേ? ആ ഡാർക്ക് ബാൻഡുകൾ കണ്ടിടത്ത് ഇപ്പൊ റേഡിയേഷൻസ് വന്നിരിക്കുന്നു. നേരത്തെ നമ്മൾ ഡാർക്ക് ബാൻഡുകൾ ഉണ്ടല്ലോ, വേക്കന്റ് സ്പേസിൽ ഉണ്ടല്ലോ റേഡിയേഷന്റെ ഇടയിൽ അബ്സോർപ്ഷൻ സ്പെക്ട്രം നമ്മൾ പരിശോധിച്ചപ്പോ ആ ഡാർക്ക് ബാൻഡുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പൊ നല്ല ബ്രൈറ്റ് ലൈൻസ് വന്നു കിടക്കണം. ഇതിപ്പോ എവിടുന്ന വന്നേ? നമ്മൾ ഇവിടുന്ന് കൊടുത്ത ലൈറ്റ് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഇപ്പൊ എവിടുന്ന വന്നത് നേരത്തെ ഈ ഡിസ്ചാർജ് ട്യൂബിൽ ഉള്ളിലുണ്ടായിരുന്ന ആറ്റങ്ങൾ വലിച്ചെടുത്തില്ലേ കുറച്ച് റേഡിയേഷൻസിനെ? ആ വലിച്ചെടുത്തത് എന്തിനാണെന്ന് അറിയാം നിങ്ങൾക്ക്? ആ വലിച്ചെടുത്തത് ആ ആറ്റങ്ങൾക്കുള്ളിലെ ഇലക്ട്രോൺസിന് ഒരു എനർജി ലെവലിൽ നിന്ന് അതിനേക്കാൾ വലിയ എനർജി ലെവലിലേക്ക് ചാടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അതിനെ എക്സൈറ്റേഷൻ ഓഫ് ഇലക്ട്രോൺ എന്നാ പറയാം. ഒരു ഇലക്ട്രോൺ ഒരു താഴെയുള്ള എനർജി ലെവലിൽ നിന്ന് മുകളിലുള്ള എനർജി ലെവലിലേക്ക്, ഹയർ എനർജി ലെവലിലേക്ക് ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ വിളിക്കുക എക്സൈറ്റേഷൻ ഓഫ് ഇലക്ട്രോൺ എന്നാണ്. അപ്പൊ നേരത്തെ ഈ ഡിസ്ചാർജ് ട്യൂബിനുള്ളിൽ ഉണ്ടായിരുന്ന ആറ്റങ്ങൾ കുറച്ച് റേഡിയേഷൻസിനെ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, വലിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അബ്സോർബ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ റേഡിയേഷൻസ് എന്തിനു വേണ്ടിയായിരുന്നു? ആ ആറ്റങ്ങൾക്കുള്ളിലെ ഇലക്ട്രോണുകളെ എക്സൈറ്റ് ചെയ്യിക്കാൻ വേണ്ടിയായിരുന്നു. ഓക്കെ, അങ്ങനെ ആ റേഡിയേഷൻ ഉപയോഗിച്ചുകൊണ്ട്, കാരണം റേഡിയേഷൻ എന്ന് പറയുന്നത് എനർജി ആണല്ലോ, ആ റേഡിയേഷൻ ഉപയോഗിച്ച് ഈ ആറ്റങ്ങളിലെ ഇലക്ട്രോൺസ് ഒക്കെ എക്സൈറ്റഡ് ആയി അവർ കുറച്ചുകൂടി വലിയ എനർജി ലെവലിലേക്ക് കയറിയിരുന്നു. പക്ഷേ ഈ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ടെമ്പററിയാണ്. സ്ഥിരമായിട്ട് ഒരാൾക്കും എക്സൈറ്റഡ് ആയിരിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മുടെ 10th റിസൾട്ട് വന്ന ദിവസം എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു അല്ലെ? കാരണം നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ ഒരുപാട് മാർക്ക് കിട്ടിയ ആളുകൾ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഫുൾ A+ കിട്ടിയ ആളുകൾ നമ്മൾ 9 A+ പ്രതീക്ഷിച്ചുള്ളൂ, പക്ഷെ നമുക്ക് ഫുൾ A+ കിട്ടി. അല്ലെങ്കിൽ നമ്മൾ 5 A+ പ്രതീക്ഷിച്ചുള്ളൂ, നമുക്ക് 10 A+ കിട്ടി. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഹൈ മാർക്ക് കിട്ടിയത് കൊണ്ട് തന്നെ നമ്മൾക്ക് റിസൾട്ട് വന്ന ദിവസം ഭൂരിഭാഗം ആളുകളും എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ ആ എക്സൈറ്റേഷൻ ഇപ്പോഴും നിങ്ങൾക്ക് ഉണ്ടോ? ഇപ്പോഴും നിങ്ങൾ ആ എക്സൈറ്റഡ് സ്റ്റേറ്റ് തന്നെയാണോ? അല്ലല്ലോ.
അത് അന്ന് രാത്രി കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ എണീറ്റപ്പോ അത് കഴിഞ്ഞില്ലേ? പിന്നെ നിങ്ങൾ വീണ്ടും പഴയ പോലെ ആയില്ലേ? ആയി. അതുപോലെയാണ് ഇലക്ട്രോൺസിന്റെ കാര്യം. ഇലക്ട്രോൺസ് വലിയ കാര്യത്തില് റേഡിയേഷൻ ഒക്കെ വലിച്ചെടുത്ത് അബ്സോർബ് ചെയ്ത് വെച്ച് എക്സൈറ്റ് ചെയ്യും ഹയർ എനർജി ലെവലിലേക്ക്. പക്ഷെ അത് വളരെ ടെമ്പററി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റാ. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അവരവരുടെ നോർമൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരും. ആ നോർമൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരുമ്പോ നേരത്തെ വലിച്ചെടുത്ത റേഡിയേഷൻസ് ഇല്ലേ, ആ റേഡിയേഷൻസ് ഇനി ആവശ്യമില്ലല്ലോ. ഇല്ല, ആ റേഡിയേഷൻസിനെ അവർ പതിയെ പുറത്തേക്ക് തള്ളും. പറഞ്ഞാൽ മനസ്സിലായോ? അങ്ങനെ പുറത്തു തള്ളിയപ്പോ, നേരത്തെ വലിച്ചെടുത്ത റേഡിയേഷൻസിനെ പുറത്തു തള്ളിയപ്പോ ആ റേഡിയേഷൻസ് ഈ പ്രിസത്തിനുള്ളിൽ കടന്നു പോയിട്ടാണ് എനിക്കിവിടെ വീണ്ടും പുതിയൊരു സ്പെക്ട്രം കിട്ടിയത്. ഓക്കെ, ആ സ്പെക്ട്രത്തിന്റെ പ്രത്യേകത എന്താ? നേരത്തെ നമ്മള് അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിൽ ഡാർക്ക് ബാൻഡുകളായി കണ്ട ഭാഗങ്ങളിലായിരിക്കും ഇത്തവണ റേഡിയേഷൻസ് വന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ നേരത്തെ അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിൽ ബ്രൈറ്റ് ലൈൻ ആയിട്ട് ഇരുന്നിരുന്നവരോ ആ സ്ഥലങ്ങളൊക്കെ ഇപ്പൊ ഡാർക്ക് ബാൻഡായി മാറിയിട്ടുണ്ടാവും. ഓക്കെ, കാരണം നമ്മൾ ഇവിടുന്ന് എനർജി, അതായത് റേഡിയേഷൻ കൊടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്തല്ലോ. പറഞ്ഞാൽ മനസ്സിലായോ? ആൻഡ് ദിസ് സ്പെക്ട്രം ഇസ് കോൾഡ് ആസ് എമിഷൻ സ്പെക്ട്രം. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ സ്പെക്ട്രത്തെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എമിഷൻ സ്പെക്ട്രം എന്ന് വിളിക്കാം. പറഞ്ഞാൽ ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ എന്താണ് എമിഷൻ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ? ദ സ്പെക്ട്രം ഓഫ് റേഡിയേഷൻ എമിറ്റഡ് ബൈ എ സബ്സ്റ്റൻസ്, emitted by a substance that has absorbed energy is called as emission spectrum. എന്താണ്? അബ്സോർബ്ഡ് എനർജി കയ്യിലുള്ള ഒരു സബ്സ്റ്റൻസ് റേഡിയേഷനെ എമിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്പെക്ട്രത്തെയാണ് നമ്മൾ എന്ത് പറയാ? എമിഷൻ സ്പെക്ട്രം എന്ന് പറയാ. ഒന്നുകൂടി ഞാനത് ഡിഫൈൻ ചെയ്യാം. ദ സ്പെക്ട്രം ഓഫ് റേഡിയേഷൻ എമിറ്റഡ് ബൈ എ സബ്സ്റ്റൻസ്. എന്തുകൊണ്ടാണ് ആ സബ്സ്റ്റൻസ് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നത്? that has absorbed energy. പണ്ട് അബ്സോർബ് ചെയ്ത് വെച്ച എനർജിയാണ് എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ സ്പെക്ട്രം ഓഫ് റേഡിയേഷൻ എമിറ്റഡ് ബൈ എ സബ്സ്റ്റൻസ് that has absorbed energy is called as emission spectrum. കാര്യം മനസ്സിലായോ? അപ്പൊ നേരത്തെ നമുക്ക് അബ്സോർപ്ഷൻ സ്പെക്ട്രം കിട്ടി, അത് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലൈൻ സ്പെക്ട്രം കിട്ടി. ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അബ്സോർപ്ഷൻ സ്പെക്ട്രം ആൻഡ് എമിഷൻ സ്പെക്ട്രം. അപ്പോ നമ്മളൊരു സബ്സ്റ്റൻസിനുള്ളിലൂടെ ലൈറ്റ് കടത്തി വിട്ടാൽ ആ സബ്സ്റ്റൻസ് ആ ലൈറ്റിലെ ചില കമ്പോണന്റുകളെ വലിച്ചെടുക്കും, അബ്സോർബ് ചെയ്യും. അതിനുശേഷം ബാക്കിയുള്ള ആളുകളെ പുറത്തേക്ക് വിടും. ആ ബാക്കിയുള്ള ആളുകൾ സ്പെക്ട്രമായിട്ട് അറേഞ്ച് ആവുമ്പോൾ നമുക്കതിനെ അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് വിളിക്കാം. സ്പെക്ട്രം ആഫ്റ്റർ അബ്സോർപ്ഷൻ, അല്ലെ? കുറച്ച് കഴിയുമ്പോൾ ഈ അബ്സോർബ് ചെയ്ത റേഡിയേഷൻസിനെ പുറത്തേക്ക് വിടും. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന സ്പെക്ട്രം ആണെന്ത്? എമിഷൻ സ്പെക്ട്രം. അപ്പൊ ഈ അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറയുന്നതിൽ കുറച്ച് സ്ഥലങ്ങൾ ഡാർക്ക് ബാൻഡുകളായിരിക്കും. ശരിയല്ലേ? ഞാൻ അത് കൃത്യമായിട്ട് വരച്ച് മനസ്സിലാക്കി തരാം. ഞാൻ ഈ ഒരു ഡയഗ്രാം ഒക്കെ മായിച്ചിട്ട് ഞാൻ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. രണ്ടും നമ്മൾ കാണുന്ന സമയത്ത്, നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഇത് രണ്ടും തമ്മിൽ വ്യത്യാസപ്പെടുക എന്ന് ഞാൻ മനസ്സിലാക്കി തരാം. നോക്കിക്കോളാം. ഇത് ഒരു അബ്സോർപ്ഷൻ സ്പെക്ട്രമാണ്. ഇവിടെ എനിക്ക് ഇപ്പൊ നേരത്തെ നമുക്ക് കിട്ടിയ അബ്സോർപ്ഷൻ സ്പെക്ട്രം ഇവിടെയുണ്ട്. ഇവിടെ അതിന്റെ തന്നെ എമിഷൻ സ്പെക്ട്രം ഉണ്ട്. ഓക്കെ, പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോ. ഓക്കെ, ഇതാണ് നമ്മുടെ അബ്സോർപ്ഷൻ സ്പെക്ട്രം. ഈ കാണുന്നതെല്ലാം അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിൽ നമുക്ക് കിട്ടിയ റേഡിയേഷൻസ് ആണ്. ഈ റേഡിയേഷൻസിന്റെ ഇടയിലെല്ലാം നിങ്ങൾ എന്ത് കാണുന്നുണ്ട്? ഡാർക്ക് ബാൻഡുകൾ കാണുന്നുണ്ട്. കണ്ടില്ലേ? ഇതെല്ലാം ഡാർക്ക് ബാൻഡുകളാണ്. ഈ ഡാർക്ക് ബാൻഡുകളിൽ വന്നിരിക്കേണ്ട റേഡിയേഷൻസ് എവിടെയാ മിസ്സായത്? നമ്മുടെ ആറ്റത്തിനുള്ളിൽ ഇവിടെ തങ്ങി നിൽപ്പുണ്ടല്ലേ, അത് ആറ്റങ്ങൾ അബ്സോർബ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഇവിടെ അത് വരാത്തത്, ഡാർക്ക് ബാൻഡുകൾ കിട്ടിയത്. സോ ദിസ് ഇസ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. അപ്പൊ ഇനി എമിഷൻ സ്പെക്ട്രത്തിൽ ഇത് എങ്ങനെയായിരിക്കും? എമിഷൻ സ്പെക്ട്രത്തിൽ ഈ ബ്രൈറ്റ് ലൈൻസ് കാണുന്നില്ലേ? ഈ ലൈൻസ് ഉള്ളിടത്തെല്ലാം ഡാർക്ക് ബാൻഡുകളായിരിക്കും. പകരം ഈ ഡാർക്ക് ബാൻഡുകൾ ഉള്ളിടത്തെല്ലാം എന്തായിരിക്കും? ബ്രൈറ്റ് ലൈൻസ് ആയിരിക്കും. വ്യത്യാസം എന്ന് നോക്കിക്കോ. ഓക്കെ, കണ്ടോ നിങ്ങള്? ഇവിടെ ഒരു ഡാർക്ക് ബാൻഡ് ആണ് അല്ലെ? ഈ ഡാർക്ക് ബാൻഡ് വന്നിടത്താണ് ഇവിടെ ബ്രൈറ്റ് ലൈൻ വന്നത്. കാരണം ഈ ഡാർക്ക് ബാൻഡ് എന്തുകൊണ്ടാ? അവിടെ വരേണ്ടിയിരുന്ന റേഡിയേഷനെ ആറ്റം അബ്സോർബ് ചെയ്ത് വെച്ചോണ്ടാ. ഇപ്പൊ എന്ത് ചെയ്തു? ആ അബ്സോർബ് ചെയ്ത റേഡിയേഷനെ പുറത്തേക്ക് എമിറ്റ് ചെയ്തു. അപ്പൊ ആ ഭാഗം എന്തായി? ബ്രൈറ്റ് ആയി.
ഇനി അടുത്ത ഡാർക്ക് ബാൻഡ് നോക്കി, ഇവിടെയാണ് അല്ലെ, ഇവിടെയോ അതിന് എമിഷൻ സ്പെക്ട്രത്തിൽ ആ ഡാർക്ക് ബാൻഡ് വന്നിടത്ത് ബ്രൈറ്റ് ലൈൻ ആയി. കാരണം ഈ ഡാർക്ക് ബാൻഡ് വന്ന് എന്തുകൊണ്ടാ, അവിടെ വരേണ്ടിയിരുന്ന റേഡിയേഷനെ ആറ്റം അബ്സോർബ് ചെയ്ത് വെച്ചോളാം. ഇപ്പൊ അതെന്ത് ചെയ്തു, ആ റേഡിയേഷനെ പുറത്തേക്ക് എമിറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഇവിടെ എമിഷൻ സ്പെക്ട്രത്തിൽ ആ ഭാഗം, ആ ഡാർക്ക് ബാൻഡ് ഉണ്ടായിരുന്ന ഭാഗം ബ്രൈറ്റ് ലൈൻ ആയി. അങ്ങനെ നേരത്തെ അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിൽ ഉണ്ടായിരുന്ന ഡാർക്ക് ബാൻഡുകൾ ഉണ്ടായിരുന്ന ഭാഗങ്ങളെല്ലാം എമിഷൻ സ്പെക്ട്രത്തിൽ എന്തായിരിക്കും, ബ്രൈറ്റ് ലൈൻസ് ആയിരിക്കും. അതേസമയം അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിൽ ബ്രൈറ്റ് ലൈൻസ് ഉണ്ടായിരുന്ന സ്ഥലത്തെല്ലാം എമിഷൻ സ്പെക്ട്രത്തിൽ എന്തായിരിക്കും, ഡാർക്ക് ബാൻഡുകളായിരിക്കും. ഇത്രയും സിമ്പിൾ ആയിട്ട് എനിക്കത് പറയാൻ പറ്റുള്ളൂ. ഇതിൽ പരം സിമ്പിൾ ആയിട്ട് എനിക്കത് വരച്ചു കാണിക്കാനോ പറയാനോ കഴിയില്ല. അപ്പൊ നിങ്ങൾക്ക് അബ്സോർപ്ഷൻ സ്പെക്ട്രവും എമിഷൻ സ്പെക്ട്രവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ അറ്റോമിക് സ്പെക്ട്രത്തിലെ രണ്ട് തരം അറ്റോമിക് സ്പെക്ട്രം ഏതൊക്കെയാണെന്ന് മനസ്സിലായി. അത് എപ്പോഴൊക്കെയാണ് നമുക്ക് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ, എങ്ങനെയാണ് അത് കിട്ടുന്നത്, എന്താണ് രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്നെല്ലാം ഞാൻ പറഞ്ഞു. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അറ്റോമിക് സ്പെക്ട്രം ഏതാണെന്ന് അറിയോ? എമിഷൻ സ്പെക്ട്രം ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. കാരണം ഒരു ആറ്റത്തിന്റെ എമിഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത് അതിന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നൈട്രജന്റെ ഒരു ആറ്റം കാണിക്കുന്ന എമിഷൻ സ്പെക്ട്രം നൈട്രജന്റെ ആറ്റംസ് മാത്രമേ കാണിക്കുള്ളൂ. ആ സ്പെക്ട്രം ഒരിക്കലും മറ്റേത് എലമെന്റിന്റെ ആറ്റത്തിനും കാണിക്കാൻ കഴിയില്ല. അപ്പൊ ഹൈഡ്രജന്റെ ആറ്റം കാണിക്കുന്ന എമിഷൻ സ്പെക്ട്രം ആയിരിക്കില്ല നൈട്രജന്റെ ആറ്റം കാണിക്കുക, അതായിരിക്കില്ല ഓക്സിജന്റെ ആറ്റം കാണിക്കുക, അതായിരിക്കില്ല മഗ്നീഷ്യത്തിന്റെ ആറ്റം കാണിക്കുക, അതായിരിക്കില്ല യുറേനിയത്തിന്റെ ആറ്റം കാണിക്കുക. അപ്പൊ ഓരോ എലമെന്റിന്റെ ആറ്റത്തിനും ഒരു യുണീക്ക് എമിഷൻ സ്പെക്ട്രം ഉണ്ടാവും. ഏതുപോലെ? നമ്മുടെ ഫിംഗർ പ്രിന്റ് പോലെ അല്ലെ? നമ്മുടെ ഓരോരുത്തരുടെയും ഫിംഗർ പ്രിന്റ് യുണീക്ക് ആണല്ലോ. എന്റെ ഫിംഗർ പ്രിന്റ് നിങ്ങളിൽ ആർക്കും ഉണ്ടാവില്ല. നിങ്ങൾ ഒരാളുടെ ഫിംഗർ പ്രിന്റ് മറ്റൊരാൾക്കും ഉണ്ടാവില്ല. ലോകത്തൊരു ഫിംഗർ പ്രിന്റ് ആ ഒരാൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഫിംഗർ പ്രിന്റ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ക്രിമിനൽ കേസുകളിലൊക്കെ വിക്ടിംസിനെ ഫിംഗർ പ്രിന്റ് ഒക്കെ ഉപയോഗിച്ച് ക്രിമിനൽ കേസുകളിലൊക്കെ നമ്മൾ കുറ്റവാളികളെ കണ്ടുപിടിക്കുന്ന അതുകൊണ്ടാണ് അല്ലെ? ആ ഒരു ഫിംഗർ പ്രിന്റ് ആ ഒരു മനുഷ്യന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെയാണ് എമിഷൻ സ്പെക്ട്രവും. ഒരു എമിഷൻ സ്പെക്ട്രം ആ ഒരു ആറ്റത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഓരോ ആറ്റത്തിന്റെ എമിഷൻ സ്പെക്ട്രവും യുണീക്ക് ആണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു എലമെന്റ്, നമ്മുടെ കയ്യിൽ ഒരു എലമെന്റ് ഉണ്ട്. ഈ എലമെന്റ് ഏത് എലമെന്റ് ആണ് നമുക്ക് അറിയില്ലെന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ എലമെന്റ് വെച്ചുകൊണ്ട് ഒരു എമിഷൻ സ്പെക്ട്രം ഉണ്ടാക്കാം. അതിലൂടെ നേരത്തെ ഞാൻ ചെയ്ത പോലെ ഡിസ്ചാർജ് ട്യൂബിൽ വെച്ചിട്ട് നമ്മൾ ലൈറ്റ് പാസ് ചെയ്യുക, അബ്സോർപ്ഷൻ സ്പെക്ട്രം കിട്ടും. അബ്സോർപ്ഷൻ സ്പെക്ട്രം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യുക. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിന് എമിഷൻ സ്പെക്ട്രം കിട്ടും. ആ എമിഷൻ സ്പെക്ട്രത്തിലെ റേഡിയേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ കയ്യിലുള്ള എലമെന്റ് ഏതാണെന്ന്. പറഞ്ഞാൽ മനസ്സിലായോ? അതായത് ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചുകൊണ്ട് ആരാണ് കുറ്റം ചെയ്തത് എന്ന് കണ്ടുപിടിക്കുന്നത് പോലെ എമിഷൻ സ്പെക്ട്രം ഉപയോഗിച്ച് അതിന് ഉടമസ്ഥനായിട്ടുള്ള എലമെന്റ് ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് മാത്രമല്ല ഇത് കെമിക്കൽ അനാലിസിസിൽ ഉപയോഗിക്കുന്നത് തന്നെയാണ് ടു ഐഡന്റിഫൈ അൺനോൺ എലമെന്റ്സ്. അപ്പൊ ലൈൻ എമിഷൻ സ്പെക്ട്രം ഇതൊരു ലൈൻ സ്പെക്ട്രം ആണല്ലോ. അറ്റോമിക് സ്പെക്ട്രം എന്ന് പറയുന്നത് ലൈൻ സ്പെക്ട്രം ആണ്. ആ അറ്റോമിക് സ്പെക്ട്രത്തിലെ രണ്ട് സ്പെക്ട്രമാണ്, അബ്സോർപ്ഷൻ സ്പെക്ട്രവും എമിഷൻ സ്പെക്ട്രവും. രണ്ടും ലൈൻ സ്പെക്ട്രം ആണ്. അപ്പൊ ലൈൻ എമിഷൻ സ്പെക്ട്രത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതൊക്കെ എന്തിനാ പറഞ്ഞെന്നറിയോ? ഇപ്പോഴും നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് വന്നിട്ടില്ല. നമ്മുടെ മുന്നിൽ ആര് നിൽക്കുന്നുണ്ട്? ഹൈഡ്രജന്റെ അറ്റോമിക് സ്പെക്ട്രം നിൽക്കുന്നുണ്ട് അല്ലെ? ഈ ഹൈഡ്രജൻ അറ്റോമിക് സ്പെക്ട്രം നമ്മളോട് കഥ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെച്ചതാണ്. ഇങ്ങനെയൊക്കെയാണ് മക്കളെ കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രമേ ഹൈഡ്രജന്റെ അറ്റോമിക് സ്പെക്ട്രം പറയാൻ പോകുന്ന കഥ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്ക് കഥ തുടങ്ങാം. അറ്റോമിക് സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ, അതിന്റെ കഥ പറയാൻ തുടങ്ങാം. അറ്റോമിക് സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ, ഇതിനെ തന്നെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ലൈൻ എമിഷൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ എന്നും വിളിക്കാം നമുക്കിതിനെ. ഇനി ഈ രണ്ട് പേരുകളും നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ മൂന്നാമതൊരു പേരോട് വിളിക്കാം നിങ്ങൾക്കതിനെ ഹൈഡ്രോജൻ സ്പെക്ട്രം. ഓക്കെ, ഹൈഡ്രോജൻ സ്പെക്ട്രം. അപ്പൊ മൂന്ന് പേരുകൾ നിങ്ങൾക്ക് വിളിക്കാം. ഏത് പേരിൽ വിളിച്ചാലും അത് വിളി കേൾക്കും. അറ്റോമിക് സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ എന്ന് വിളിക്കാം. കാരണം ഇത് ഹൈഡ്രജൻ എന്ന് പറയുന്ന ആറ്റത്തിന്റെ സ്പെക്ട്രത്തെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. പക്ഷേ ഹൈഡ്രജന് രണ്ട് സ്പെക്ട്രം പോസിബിൾ ആയിരിക്കില്ലേ? അപ്പോ അബ്സോർപ്ഷൻ സ്പെക്ട്രം പോസിബിൾ ആയിരിക്കും, എമിഷൻ സ്പെക്ട്രവും പോസിബിൾ ആയിരിക്കും അല്ലെ? അതിൽ എമിഷൻ സ്പെക്ട്രമാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് ഹൈഡ്രജന്റെ അബ്സോർപ്ഷൻ സ്പെക്ട്രത്തെ കുറിച്ചല്ല,
പകരം ഹൈഡ്രജന്റെ എമിഷൻ സ്പെക്ട്രത്തെ കുറിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ പേരിൽ ലൈൻ എമിഷൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞത് കേട്ടോ. കാരണം അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിന് അത്ര കണ്ട് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് ഒരു ആറ്റത്തിന്റെ ഒരു എലമെന്റിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ സാധിക്കുക അതിന്റെ എമിഷൻ സ്പെക്ട്രത്തിൽ നിന്നാണ്. ഓക്കെ, ഓർ ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ആസ് ഹൈഡ്രോജൻ സ്പെക്ട്രം. അപ്പൊ ഏത് പേരിലും നിങ്ങൾക്ക് വിളിക്കാം. എന്തുകൊണ്ടാണ് ഓരോ പേരും കൊടുത്തത് എന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് അറ്റോമിക് സ്പെക്ട്രം എന്ന് വിളിച്ചത്, എന്തുകൊണ്ടാണ് ലൈൻ എമിഷൻ സ്പെക്ട്രം എന്ന് വിളിച്ചത്, എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് വിളിച്ചത്. എന്തായാലും നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിന്റെ എമിഷൻ സ്പെക്ട്രം ഉണ്ടാക്കാനായിട്ട് പോകുകയാണ്. എങ്ങനെ നമ്മൾ ഉണ്ടാക്കാൻ അറിയോ? സിമ്പിൾ ആണ്. നമ്മുടെ പഴയ ഡിസ്ചാർജ് ട്യൂബ് എടുക്കുക. ആ ഡിസ്ചാർജ് ട്യൂബിനുള്ളിൽ എന്ത് ചെയ്യുക? ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള മെറ്റൽ പ്ലേറ്റും ഒരു നെഗറ്റീവ് ചാർജ് ഉള്ള മെറ്റൽ പ്ലേറ്റും വെക്കുക. ഇത് പോസിറ്റീവ് ചാർജ് ഉള്ള മെറ്റൽ പ്ലേറ്റ് ആണ്, ഇത് നെഗറ്റീവ് ചാർജ് ഉള്ള മെറ്റൽ പ്ലേറ്റ് ആണ്. എന്നിട്ട് ഇതിനുള്ളിലെ പ്രഷർ, ഈ ഡിസ്ചാർജ് ട്യൂബിനുള്ളിലെ പ്രഷർ എന്ന് പറയുന്നത് ലോ ആയിരിക്കണം കേട്ടോ. വളരെ ലോ പ്രഷറിൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. സോ ലോ പ്രഷർ ആയിരിക്കും ഇതിനുള്ളിൽ ഉണ്ടാവുക. ഇതിനുള്ളിൽ നമ്മൾ ഫില്ല് ചെയ്യുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും. ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ മോളിക്യൂൾസ് ആയിരിക്കും ഇതിനുള്ളിൽ ഉണ്ടാവാം അല്ലെ. ഹൈഡ്രജൻ ഗ്യാസ് ഹൈഡ്രജൻ അതിന്റെ മോളിക്യൂൾ ഫോമിലായിരിക്കില്ലേ, H2 എന്നുള്ള ഫോമിലായിരിക്കില്ലേ. അപ്പൊ നമ്മൾ ചെയ്ത കാര്യം എന്താ? നമ്മളൊരു ഡിസ്ചാർജ് ട്യൂബ് എടുത്തു. ആ ഡിസ്ചാർജ് ട്യൂബിൽ 2 മെറ്റൽ പ്ലേറ്റുകൾ ഉണ്ട്. ആ 2 മെറ്റൽ പ്ലേറ്റുകൾക്കും ഓപ്പോസിറ്റ് ചാർജ് ഉണ്ട്. കാരണം നമ്മൾ ഒരു മെറ്റൽ പ്ലേറ്റിനെ ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്കും അടുത്ത മെറ്റൽ പ്ലേറ്റിനെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ മെറ്റൽ പ്ലേറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഗ്യാസിനുള്ളിലൂടെ ഇലക്ട്രിക് ഡിസ്ചാർജ് കടത്തിവിടാം. കാരണം ഈ 2 പ്ലേറ്റുകളും ബാറ്ററിയുമായിട്ട് കണക്റ്റഡ് ആണല്ലോ. അപ്പൊ ബാറ്ററി നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ഗ്യാസിനുള്ളിലൂടെ ഇലക്ട്രിക് ഡിസ്ചാർജ് കടന്നു പോകും. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അതിന്റെ കൂടെ ഒരു കാര്യം, ഈ ഗ്യാസ് നമ്മൾ ഫിൽ ചെയ്തിട്ടുള്ളത് ലോ പ്രഷറിലാണ്. അപ്പൊ നമ്മൾ ബാറ്ററി ഓൺ ആക്കി ഈ 2 പ്ലേറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ഗ്യാസിലൂടെ ഹൈഡ്രജൻ ഗ്യാസിലൂടെ എന്ത് ചെയ്തു? ഇലക്ട്രിക് ഡിസ്ചാർജ് കടത്തിവിട്ടു. ഇലക്ട്രിക് ഡിസ്ചാർജ് കടത്തിവിട്ടപ്പോ ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് ഹൈഡ്രജൻ എന്ത് ചെയ്തു എന്നറിയോ? ഹൈഡ്രജൻ ആറ്റങ്ങളായിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. ഇലക്ട്രിക് ഡിസ്ചാർജിന്റെ പ്രസൻസിൽ ഇലക്ട്രിക് ഡിസ്ചാർജ് ഉപയോഗിച്ചുകൊണ്ട് ഹൈഡ്രജൻ ഇതിനുള്ളിൽ കിടക്കുന്ന ഓരോ ഹൈഡ്രജൻ മോളിക്യൂളും എന്തായിട്ട് മാറും? ഹൈഡ്രജൻ ആറ്റങ്ങളായിട്ട് മാറും. ഈ ഹൈഡ്രജൻ ആറ്റങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? ഈ ഇലക്ട്രിക് ഡിസ്ചാർജിൽ നിന്നും എനർജി വലിച്ചെടുക്കും. ഇലക്ട്രിക് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് കറന്റ് ആണല്ലോ. ഇലക്ട്രിക് കറന്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ എനർജി ആണല്ലോ. എനർജി വലിച്ചെടുക്കും. എനർജി വലിച്ചെടുത്തിട്ട് ഈ ഹൈഡ്രജൻ ആറ്റങ്ങൾ അവർക്കുള്ളിലുള്ള ഇലക്ട്രോണുകളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കും. ഹയർ എനർജി ലെവലുകളിലേക്ക് എക്സൈറ്റ് ചെയ്യിപ്പിക്കും. അപ്പൊ ഇവിടെ ഫോം ചെയ്ത ഹൈഡ്രജൻ ആറ്റങ്ങൾ എങ്ങനെയുള്ള ഹൈഡ്രജൻ ആറ്റങ്ങളാണ്? എനർജറ്റിക്കലി എക്സൈറ്റഡ് ആയ ഹൈഡ്രജൻ ആറ്റങ്ങളാണ്. എന്താ അതിനർത്ഥം? ആ ഹൈഡ്രജൻ ആറ്റങ്ങളിലെ ഇലക്ട്രോണുകൾ എനർജി വലിച്ചെടുത്ത് എക്സൈറ്റ് ചെയ്തിരിക്കുകയാണ്, ഹയർ എനർജി ലെവലുകളിലേക്ക് പോയിരിക്കുകയാണ്. ക്ലിയർ ആണല്ലോ? അങ്ങനെ ഹയർ എനർജി ലെവലുകളിലേക്ക് പോയ ഇലക്ട്രോൺ എത്ര കാലം അവിടെ ഇരിക്കും? ഒരു സെക്കൻഡിന്റെ 100ൽ അംശം മാത്രം അല്ലെ, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് സമയം മാത്രമേ അത് അവിടെ ഇരിക്കുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ അത് തിരിച്ചു വരില്ലേ? തിരിച്ചു വരുമ്പോ ആ അബ്സോർബ് ചെയ്ത എനർജി തിരിച്ച് എമിറ്റ് ചെയ്യണം. ഏത് രൂപത്തിലാണ് എമിറ്റ് ചെയ്യുക? റേഡിയേഷന്റെ രൂപത്തിൽ എമിറ്റ് ചെയ്യുക. അപ്പൊ കുറച്ച് സമയം കഴിയുമ്പോ ഈ ട്യൂബിനുള്ളിൽ നിന്നും റേഡിയേഷൻ പുറത്തു വരുന്നത് കാണാം. അത് മനസ്സിലായോ? ഈ റേഡിയേഷൻ എന്തുകൊണ്ടാണ് പുറത്തു വന്നേ? അല്ലെങ്കിൽ എവിടുന്നാണ് ഈ റേഡിയേഷൻ പുറത്തു വന്നേ? ഇതിനുള്ളിൽ ഞാനിപ്പോ പറഞ്ഞ മാറ്റങ്ങൾ സംഭവിച്ചതിന് ശേഷമാണ് അല്ലെ. ഇലക്ട്രിക് ഡിസ്ചാർജ് ഉപയോഗിച്ച് H2 മോളിക്യൂള് ഹൈഡ്രജൻ ആറ്റങ്ങളായിട്ട് മാറി. ഈ ഹൈഡ്രജൻ ആറ്റങ്ങൾ എനർജി വലിച്ചെടുത്ത് അതിനുള്ളിലെ ഇലക്ട്രോണുകളെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചു. കുറച്ച് കഴിയുമ്പോൾ ആ ഇലക്ട്രോണുകൾ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് അവരുടെ താഴെയുള്ള ലെവലിലേക്ക് വരും. ആ സമയത്ത് അവർ പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്ന എനർജിയാണിത്, റേഡിയേഷൻ ആണത്. അപ്പോ ഒരു സബ്സ്റ്റൻസ് അബ്സോർബ് ചെയ്ത റേഡിയേഷനെ എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? നമുക്ക് എമിഷൻ സ്പെക്ട്രം കിട്ടും. അപ്പൊ നമുക്കിപ്പോ കിട്ടാൻ പോകുന്നത് ഹൈഡ്രജന്റെ എമിഷൻ സ്പെക്ട്രം ആണ്. ഓക്കെ, ഈ റേഡിയേഷനെ നമ്മൾ ഒരു സ്ലിറ്റിലൂടെ കടത്തിവിട്ട് പുറത്തു വരുന്ന റേഡിയേഷനെ നമ്മൾ ഒരു പ്രിസത്തിലേക്ക് കടത്തിവിട്ടാൽ ഈ പ്രിസത്തിനുള്ളിൽ നിന്ന് എന്ത് ചെയ്യും? റേഡിയേഷൻസ് അതിന്റെ കമ്പോണന്റ് റേഡിയേഷൻസ് ആയിട്ട് മാറും. ആ കമ്പോണന്റ് റേഡിയേഷൻസിനെ നമ്മൾ അതിന് മുന്നിലൊരു സ്ക്രീൻ വെച്ചുകൊണ്ട് ആ സ്ക്രീനിലേക്ക് എന്ത് ചെയ്യുക? പതിപ്പിക്കാം. അങ്ങനെ സ്ക്രീനിലേക്ക് പതിപ്പിച്ചപ്പോ എനിക്ക് ഒരു സ്പെക്ട്രം ഓഫ് റേഡിയേഷൻ ഇവിടെ കിട്ടി. പറഞ്ഞാൽ മനസ്സിലായോ? ആ സ്പെക്ട്രം ഓഫ് റേഡിയേഷൻ എന്ന് പറയുന്നത് ലൈൻ സ്പെക്ട്രം ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇത് അറ്റോമിക് സ്പെക്ട്രം ആണല്ലോ. അറ്റോമിക് സ്പെക്ട്രം അത് അബ്സോർപ്ഷൻ സ്പെക്ട്രം ആണെങ്കിലും എമിഷൻ സ്പെക്ട്രം ആണെങ്കിലും എങ്ങനെയായിരിക്കും? ലൈൻ സ്പെക്ട്രം ആയിരിക്കും. ഇത് എന്ത് തരം സ്പെക്ട്രം ആണ്? ഇപ്പോ നമുക്ക് കിട്ടിയത് എമിഷൻ സ്പെക്ട്രം ആണ്, അതും ഒരു ലൈൻ സ്പെക്ട്രം ആണ്. അപ്പൊ എനിക്കിവിടെ കിട്ടിയത് ലൈൻ സ്പെക്ട്രം ആണ്. ഈ സ്പെക്ട്രം ശരിക്കും പരിശോധിച്ചപ്പോ ഞാൻ ആ സ്പെക്ട്രം ശരിക്കും ഇവിടെ വരച്ചു കാണിക്കാം. ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. അവിടെ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്
അവിടുത്തെ ബ്രൈറ്റ് ലൈൻസ് ആണ്. ഓക്കെ, അതിനിടയിൽ ഡാർക്ക് ബാൻഡുകളുണ്ട്. ഓക്കെ, ഇതാണ് എനിക്ക് കിട്ടിയ സ്പെക്ട്രം എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിയേ, എത്ര ബ്രൈറ്റ് ലൈൻസ് ഉണ്ട് അതില്? 1, 2, 3, 4, 5. എനിക്ക് ഈ സ്ക്രീനിൽ കിട്ടിയ കാര്യം ഞാനത് മാഗ്നിഫൈ ചെയ്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, ഒന്നുകൂടി വലുതാക്കി കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. 5 ബ്രൈറ്റ് ലൈൻസ് ആണ് ഇതിൽ കാണാം. ആ 5 ബ്രൈറ്റ് ലൈൻസിന്റെയും ഇടയിൽ എന്തുണ്ട്? റേഡിയേഷൻ ഇല്ലാത്ത ഡാർക്ക് ബാൻഡുകളുണ്ട്. ശരിയാണല്ലോ? ഇത് എന്ത് സ്പെക്ട്രമാണ്? വീണ്ടും പറയുന്നു, എമിഷൻ സ്പെക്ട്രമാണ് കേട്ടോ. കാരണം ഹൈഡ്രജൻ ആറ്റങ്ങൾ അബ്സോർബ് ചെയ്ത് വെച്ച റേഡിയേഷനെയാണ് പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കിട്ടുന്ന സ്പെക്ട്രം എമിഷൻ സ്പെക്ട്രമാണ്. ഇതൊരു എമിഷൻ സ്പെക്ട്രമാണ്. ആ എമിഷൻ സ്പെക്ട്രത്തിൽ എത്ര ബ്രൈറ്റ് ലൈൻസ് ഉണ്ട്? 5. ആ 5 ബ്രൈറ്റ് ലൈൻസിനിടയിൽ എന്തുണ്ട്? ഡാർക്ക് ബാൻഡുകളുണ്ട്. ഈ 5 ബ്രൈറ്റ് ലൈൻസിനും ഓരോ പേരുണ്ട്. ഓക്കെ, ഓരോ പേരുണ്ട്. ആ പേരുകൾ യഥാർത്ഥത്തിൽ ആ ലൈൻസിനെ കണ്ടുപിടിച്ച സയന്റിസ്റ്റുകളുടെ പേരുകൾ തന്നെയാണ്. ഈ ലൈൻസിനെല്ലാം, ബ്രൈറ്റ് ലൈൻസിനെല്ലാം പേരുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തിന്റെ എമിഷൻ സ്പെക്ട്രത്തെ കുറിച്ചാണ്. ഹൈഡ്രജൻ ആറ്റത്തിന്റെ എമിഷൻ സ്പെക്ട്രത്തിലുള്ള 5 ബ്രൈറ്റ് ലൈൻസ് ആണ് ഇവിടെ ഉള്ളത്. ഈ 5 ബ്രൈറ്റ് ലൈൻസിനും പേരുകളുണ്ട്. ആ പേരുകളുടെ ഒറിജിൻ എവിടെ നിന്നാണ്? അത് കണ്ടുപിടിച്ച ആ ലൈനുകളെ കുറിച്ച് പഠനം നടത്തിയ സയന്റിസ്റ്റുകളുടെ പേരിലാണ്. ഓക്കെ, അതിൽ ആദ്യത്തെ ലൈനിനെ നമ്മൾ വിളിക്കാം. ആദ്യത്തെ ലൈനിനെ നമ്മൾ വിളിക്കുക എന്താണെന്നറിയോ? ലൈമാൻ സീരീസ് ഓഫ് ലൈൻസ്. ആദ്യത്തെ ബ്രൈറ്റ് ലൈനിനെ നമ്മൾ എന്താ വിളിക്കുക? ലൈമാൻ സീരീസ്. ലൈമാൻ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര്? അത് കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരിൽ നിന്നാണ്. ഓക്കെ, രണ്ടാമത്തെ ബ്രൈറ്റ് ലൈനിന്റെ പേര് എന്താണെന്നറിയോ? ബാമർ സീരീസ്. എന്താ വിളിക്കുക? ബാമർ സീരീസ് ഓഫ് ലൈൻസ്. മൂന്നാമത്തെ ബ്രൈറ്റ് ലൈൻ അത് നമ്മൾ വിളിക്കുന്നത് പാഷൻ സീരീസ് ഓഫ് ലൈൻസ്. എന്താ വിളിക്കുക? പാഷൻ സീരീസ് ഓഫ് ലൈൻസ്. നാലാമത്തെ ബ്രൈറ്റ് ലൈൻ കണ്ടോ നിങ്ങൾ? ഈ നാലാമത്തെ ബ്രൈറ്റ് ലൈനിനെ നമ്മൾ വിളിക്കാം ബ്രാക്കറ്റ് സീരീസ് എന്നാണ്. എന്താ വിളിക്കുക? ബ്രാക്കറ്റ് സീരീസ് ഓഫ് ലൈൻസ്. അഞ്ചാമത്തെ ബ്രൈറ്റ് ലൈനിനെ നമ്മൾ വിളിക്കാം ഫണ്ട് സീരീസ് ഓഫ് ലൈൻസ്. എന്താ വിളിക്കുക? ഫണ്ട്, PFUND, ഫണ്ട് സീരീസ് ഓഫ് ലൈൻസ്. അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്ത്? ഹൈഡ്രജന്റെ എമിഷൻ സ്പെക്ട്രം ക്രിയേറ്റ് ചെയ്തു. ആ എമിഷൻ സ്പെക്ട്രത്തിൽ എത്ര കമ്പോണന്റുകൾ ഉണ്ട്? 5 കമ്പോണന്റുകൾ ഉണ്ട്, which are separated by dark bands. So it's an example for line spectrum. അല്ലെ? ഈ 5 ബ്രൈറ്റ് ലൈൻസിനെയും 5 റേഡിയേഷൻസിനെയും നമ്മൾ പേരുകൾ കൊടുത്തു. ഈ പേരുകൾ എവിടെ നിന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളത്? Names of the discoverer who discovered these lines. Okay, so this is the line emission spectrum of hydrogen. അപ്പൊ ഹൈഡ്രജന്റെ എമിഷൻ സ്പെക്ട്രത്തിലുള്ള 5 പേരെ നമ്മൾ പരിചയപ്പെട്ടു. ആ 5 പേരുടെയും പേരുകൾ നമ്മൾ പറഞ്ഞു. ഇനി അപ്പൊ ഈ ഹൈഡ്രജന്റെ എമിഷൻ സ്പെക്ട്രത്തിലുള്ള ഓരോ റേഡിയേഷനും അല്ലേ, അതായത് ലൈമാൻ സീരീസ്, ബാമർ സീരീസ്, ഇതൊക്കെ ഓരോ റേഡിയേഷന്റെ പേരാട്ടോ. ഈ റേഡിയേഷൻസ് ഒക്കെ ശരിക്കും ഏത് വലിയ സ്പെക്ട്രത്തിന്റെ ഭാഗമാണ്? എല്ലാ സ്പെക്ട്രങ്ങളും നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്ന വലിയ സ്പെക്ട്രത്തിന്റെ ഭാഗമാണ് ഈ പറഞ്ഞ സ്പെക്ട്രങ്ങളെല്ലാം. വിസിബിൾ സ്പെക്ട്രം ഒക്കെ നമ്മൾ നേരത്തെ കണ്ടതല്ലേ? വിസിബിൾ സ്പെക്ട്രം എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ ഒരു കുഞ്ഞിയ ഭാഗമാണെന്ത് വിസിബിൾ സ്പെക്ട്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇതെല്ലാം. ഈ റേഡിയേഷൻസ് എല്ലാം നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ വലിയൊരു സ്പെക്ട്രമാണത്. അതിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് ഇതിൽ ഓരോന്നും. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ ലൈമാൻ സീരീസ് ഓഫ് റേഡിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ ഏത് ഭാഗത്ത് വരുന്നതെന്നറിയാം നമുക്ക്? അൾട്രാ വയലറ്റ് ഭാഗത്ത് വരുന്നതാണ്. ലൈമാൻ സീരീസ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ എവിടെ കാണാം? അൾട്രാ വയലറ്റ് റീജിയനിലാണ് കാണാം. ബാമർ സീരീസ് എവിടെ കാണാമെന്നറിയോ? അത് നമ്മുടെ വിസിബിൾ ലൈറ്റിന്റെ ഭാഗത്താണ് കാണാം. ഓക്കെ, വിസിബിൾ റീജിയൻ, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ വിസിബിൾ റീജിയണിലാണ് ബാമർ സീരീസ് ഓഫ് റേഡിയേഷൻസ് കാണാം. പാഷൻ സീരീസ് എവിടെ ഉണ്ടാവുമെന്നറിയോ? ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തില് ഇൻഫ്രാറെഡ് റീജിയണിലാണ് ഉണ്ടാവുക. ബ്രാക്കറ്റ് സീരീസും ഇൻഫ്രാറെഡ് റീജിയണിലാണ് ഉണ്ടാവുക. ഫണ്ട് സീരീസും ഇൻഫ്രാറെഡ് റീജിയണിലാണ് ഉണ്ടാവുക. അപ്പൊ നോക്കിയേ, ഈ പറയുന്ന 5 റേഡിയേഷൻസും നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രമാണ്. ഇതിന്റെയൊക്കെ മാതാവ് എന്ന് പറയുന്നത് അല്ലെ? ഇതൊക്കെ എടുത്തിട്ടുള്ളത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ നിന്നാണ്. അതിന്റെ ഭാഗങ്ങളാണ് ഇതെല്ലാം. അപ്പൊ ഈ ഓരോരുത്തരും ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ എവിടെയാണ് കിടക്കുന്നതെന്ന് ചോദിച്ചാൽ ലൈമാൻ സീരീസ് കാണുന്നത് നമ്മൾ അൾട്രാ വയലറ്റ് റീജിയണിലാണ്. ബാമർ സീരീസ് കാണുന്നത് വിസിബിൾ റീജിയണിലാണ്. പാഷൻ സീരീസ് കാണുന്നത് ഇൻഫ്രാറെഡിലാണ്. ബ്രാക്കറ്റും ഫണ്ടും എല്ലാം ഇൻഫ്രാറെഡ് എന്ന് പറയുന്ന റീജിയണിലാണ് കാണാം. ക്ലിയർ ആണല്ലോ? അപ്പൊ നിങ്ങളോട് ഞാൻ ചോദ്യം ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ മക്കളെ, ഈ 5 റേഡിയേഷൻസ് ഇവിടെ നിങ്ങൾ കണ്ടില്ലേ? ഈ 5 റേഡിയേഷൻസിൽ
ഒരാളെ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുള്ളൂ. അതാരായിരിക്കും? ഒന്ന് തലയൊന്ന് പുകഞ്ഞ ആലോചിച്ച് നോക്കി. അത്ര പുകയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ? ഈ 5 പേരിൽ ഒരേ ഒരു റേഡിയേഷനെ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഹൈഡ്രജന്റെ എമിഷൻ സ്പെക്ട്രത്തിൽ 5 പേരാണല്ലോ ഈ കിടക്കുന്നത്. ഈ 5 പേരിൽ ഒരാളെ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ നേക്കഡ് ആയിക്കൊണ്ട് കാണാൻ പറ്റുള്ളൂ. അതാരാ? നൺ അതർ ദാൻ ബാമർ സീരീസ്. കാരണം ബാമർ സീരീസ് മാത്രമല്ലേ വിസിബിൾ റീജിയനിലുള്ളൂ. വിസിബിൾ റീജിയനിലുള്ള ആളെ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇൻഫ്രാറെഡിനെ കാണാൻ പറ്റുമോ നേക്കഡ് ആയിക്കൊണ്ട്? പറ്റില്ല. അപ്പൊ ഈ 5 പേരിൽ ഒരാളെ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നേരിട്ട് കാണാൻ പറ്റുള്ളൂ, നേക്കഡ് ആയിക്കൊണ്ട് കാണാൻ പറ്റുള്ളൂ. അത് നമ്മുടെ ബാമർ സീരീസ് ആണ്. അപ്പൊ ഹൈഡ്രജന്റെ എമിഷൻ സ്പെക്ട്രത്തെ കുറിച്ച് പറഞ്ഞു. ഹൈഡ്രജന്റെ എമിഷൻ സ്പെക്ട്രത്തിലെ കമ്പോണന്റ് റേഡിയേഷൻസ് ആരൊക്കെയാണെന്ന് പറഞ്ഞു. അവർക്ക് നമ്മൾ പേരുകൾ കൊടുത്തു. അത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ഏത് ഭാഗത്താണ് ഓരോരുത്തരും വന്ന് കിടക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ അറിയേണ്ടത് എന്താണെന്നറിയോ? എങ്ങനെയാണ്, എപ്പോഴാണ് ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്ന് ഈ കാണുന്ന റേഡിയേഷൻസ് ഒക്കെ പുറത്തേക്ക് വരിക എന്ന് നമുക്കറിയണം. ശരിയല്ലേ? എപ്പോഴാണ് ലൈമാൻ സീരീസ് പുറത്തേക്ക് വരിക? എപ്പോഴാണ് ബാമർ സീരീസ് പുറത്തേക്ക് വരിക? എപ്പോഴാണ് പാഷൻ? എപ്പോഴാണ് ബ്രാക്കറ്റ്? എപ്പോഴാണ് ഫണ്ട് സീരീസ് ഓഫ് റേഡിയേഷൻ പുറത്തേക്ക് വരിക? അറിയണ്ടേ? നമുക്ക് അറിയണം. അതിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഹൈഡ്രജന്റെ എമിഷൻ സ്പെക്ട്രത്തിലെ ഓരോ ലൈനും എങ്ങനെയാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് പുറത്തേക്ക് വരിക എന്ന് നമ്മൾ പറയണം അല്ലെ? അതിനു മുമ്പ് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഹൈഡ്രജന്റെ എമിഷൻ സ്പെക്ട്രം നമുക്ക് എങ്ങനെ കിട്ടുന്നത്? ഹൈഡ്രജൻ ആറ്റങ്ങൾ എനർജി അബ്സോർബ് ചെയ്ത്, റേഡിയേഷൻ അബ്സോർബ് ചെയ്ത് അതിനുള്ളിലെ ഇലക്ട്രോണുകളെ ഹയർ എനർജി ലെവലുകളിലേക്ക് എക്സൈറ്റ് ചെയ്യിപ്പിക്കും. ആ ഹയർ എനർജി ലെവലുകളിൽ നിന്ന് ഇലക്ട്രോണുകൾ തിരിച്ചു വരുമ്പോൾ അവർ ഈ റേഡിയേഷൻ എമിറ്റ് ചെയ്യും. അങ്ങനെ റേഡിയേഷൻ എമിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഹൈഡ്രജന്റെ എമിഷൻ സ്പെക്ട്രം കിട്ടുക. ആണല്ലോ? ആണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്ത് നോക്കാം. നമുക്ക് ഹൈഡ്രജൻ ആറ്റത്തിനുള്ളിലെ എനർജി ലെവലുകൾ ഒന്ന് വരച്ചു നോക്കാം കേട്ടോ. എനർജി ലെവലുകൾ ഞാൻ വരയ്ക്കാണ്. ഞാൻ സ്ട്രേറ്റ് ലൈൻസ് ആയിട്ടാണ് എനർജി ലെവലുകൾ വരയ്ക്കുന്നത്. ഓക്കെ ഓക്കെ നിങ്ങൾ ഈ കാണുന്നത് ഹൈഡ്രജൻ ആറ്റത്തിനുള്ളിലെ വിവിധ എനർജി ലെവലുകളാണ്. ഓക്കെ, ഏറ്റവും താഴെയുള്ളത് ഫസ്റ്റ് എനർജി ലെവലാണ്. ഞാൻ അതിനെ 1 എന്ന് എടുക്കുകയാണ്. എനർജി ലെവലുകൾ നമ്മൾ N ഓക്കെ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ഈ എനർജി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മള് പണ്ട് പഠിച്ച ഓർബിറ്റുകളില്ലേ, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഷെല്ലുകൾ അഥവാ ഓർബിറ്റുകൾ എന്ന് പറഞ്ഞ ആറ്റത്തിനുള്ളിൽ ഉണ്ടാവും എന്ന് പറഞ്ഞ് പഠിച്ച ഓർമ്മയുണ്ടോ? അവരെയാണ് നമ്മൾ ശരിക്കും എനർജി ലെവലുകൾ എന്ന് പറയുക. കാരണം ഓരോ ഷെല്ലിനും ഓരോ ഓർബിറ്റിനും ഒരു എനർജി ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഏറ്റവും കുറവ് എനർജി ഉള്ള ഓർബിറ്റിനെയാണ് ഫസ്റ്റ് എനർജി ലെവൽ എന്ന് പറയാം. അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ എനർജി ഉള്ള ഓർബിറ്റിനെയാണ് സെക്കൻഡ് എനർജി ലെവൽ എന്ന് പറയാം. അപ്പൊ നമ്മൾ ആ എനർജി ലെവലുകളെയാണ് ഞാൻ ഈ സ്ട്രേറ്റ് ലൈൻസ് ആയിട്ട് വരച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ ഓർബിറ്റ് അഥവാ ഷെൽ എന്ന് പറഞ്ഞ സർക്കിൾ അല്ലേ എന്ന് ചോദിക്കും. നമ്മളിവിടെ വരച്ചുള്ള ഓർബിറ്റ് അല്ല, ആ ഓർബിറ്റുകളുടെ എനർജിയാണ് വരച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ എനർജി ലെവലുകൾ ഇങ്ങനെ ലൈനുകളായി വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഏറ്റവും താഴെയുള്ളത് ആദ്യത്തെ എനർജി ലെവലാണ്. അതിന് തൊട്ട് മുകളിൽ രണ്ടാമത്തെ എനർജി ലെവൽ N=2. ഇത് തേർഡ് എനർജി ലെവൽ, ഇത് ഫോർത്ത് എനർജി ലെവൽ, ഇത് ഫിഫ്ത് എനർജി ലെവൽ, ഇത് സിക്സ്ത് എനർജി ലെവൽ, ഓക്കെ, ഇത് സെവൻത് എനർജി ലെവൽ. അങ്ങനെ ഒരു ആറ്റത്തിന് എത്ര എനർജി ലെവൽ ഉണ്ടാവും എന്നറിയുന്നത് നിങ്ങൾക്ക്? ഹൈഡ്രജൻ എന്ന് വേണ്ട സകലമാന ആറ്റങ്ങൾക്കും, കണ്ടുപിടിക്കപ്പെട്ടുള്ള മുഴുവൻ ആറ്റങ്ങൾക്കും എത്ര എനർജി ലെവൽ ഉണ്ടാവും എന്നറിയോ? നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയും എനർജി ലെവലുകൾ ഉണ്ടാവും എന്നാ പറയുന്നത്. അതായത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എനർജി ലെവൽസ് ഉണ്ടാവും. അപ്പൊ ഏറ്റവും മുകളിലുള്ളതിനെ ഞാൻ N=ഇൻഫിനിറ്റി എന്ന് എഴുതുകയാണ്. സപ്പോസ് അത് ഇൻഫിനിറ്റി ഉള്ള എനർജി ലെവലാണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇനി സാധാരണ രീതിയിൽ ഹൈഡ്രജനുള്ളിലെ ഇലക്ട്രോണുകൾ ഏത് എനർജി ലെവലിൽ ഓക്യുപ്പൈ ചെയ്യാന്നറിയോ? ഫസ്റ്റ് എനർജി ലെവലിലാണ് ഏതൊരു ഹൈഡ്രജൻ ആറ്റത്തിലെയും ഇലക്ട്രോണുകൾ സാധാരണ രീതിയിൽ ഒക്യുപ്പൈ ചെയ്യുക. ഏത് എനർജി ലെവലിലാണ്? ഫസ്റ്റ് എനർജി ലെവലിലാണ്, ഫസ്റ്റ് ഷെല്ലിലാണ് എപ്പോഴും. ഓക്കെ, പക്ഷെ എനർജി കിട്ടിയാൽ നമ്മളിപ്പോ കൺസിഡർ ചെയ്യുന്ന സാധാരണ ഒക്യുപ്പൈ ചെയ്യുന്ന അവസ്ഥ അല്ലല്ലോ. എനർജി വലിച്ചെടുത്ത് അബ്സോർബ് ചെയ്തതിനു ശേഷം അവർ എക്സൈറ്റഡ് ആവും അല്ലെ? എക്സൈറ്റഡ് ആവുന്നത് എങ്ങോട്ടാ? ഹയർ എനർജി ലെവലിലേക്കാണ്. അപ്പൊ ഈ ഫസ്റ്റ് ഷെല്ലിൽ ഇരിക്കുന്ന ഫസ്റ്റ് എനർജി ലെവലിൽ ഇരിക്കുന്ന ഇലക്ട്രോണിന് ഇതിൽ ഏത് ഹയർ എനർജി ലെവലിലേക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം? എക്സൈറ്റഡ് ആവാം. ആ എക്സൈറ്റഡ് ആയ ഇലക്ട്രോൺസുകൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? തിരിച്ച് ഇറങ്ങി വരും. തിരിച്ച് താഴെയുള്ള എനർജി ലെവലിലേക്ക് ഇറങ്ങി വരും. അങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് നമുക്ക് അബ്സോർപ്ഷൻ സ്പെക്ട്രം എമിഷൻ സ്പെക്ട്രം കിട്ടുക എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ സപ്പോസ് ഒരു ഹൈഡ്രജൻ ആറ്റങ്ങളിലെ എക്സൈറ്റഡ് ഇലക്ട്രോണുകളെല്ലാം സെക്കൻഡ് ലെവലിൽ നിന്ന് എക്സൈറ്റഡ് ഇലക്ട്രോൺ ഫസ്റ്റ് ലെവലിലേക്ക് തിരിച്ചു വന്നതായിരിക്കും. തേർഡ് ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്ത ഇലക്ട്രോണും ഫസ്റ്റ് ലെവലിലേക്ക് തിരിച്ചു വന്നു. ഫോർത്ത് ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്ത ഇലക്ട്രോണും ഫസ്റ്റ് ലെവലിലേക്ക് തിരിച്ചു വന്നു. ഫിഫ്ത്തിലേക്ക് എക്സൈറ്റ് ചെയ്ത ഇലക്ട്രോൺസും ഫസ്റ്റ് ലെവലിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ ഹയർ ലെവലുകളിലേക്ക് എക്സൈറ്റ് ചെയ്ത ഇലക്ട്രോൺസ് എല്ലാം ഹൈഡ്രജന്റെ ഫസ്റ്റ് എനർജി ലെവലിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ,
ഹൈഡ്രജന്റെ ഫസ്റ്റ് എനർജി ലെവലിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ ഈ സമയത്ത് ഹൈഡ്രജൻ ആറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു റേഡിയേഷൻ ഉണ്ടാവില്ല മക്കളെ, ഒരു റേഡിയേഷൻ പുറത്തേക്ക് വരും അല്ലെ, ഹൈഡ്രജൻ റേഡിയേഷൻ എമിറ്റ് ചെയ്യും. ഈ റേഡിയേഷൻസിനെ എല്ലാം ഒരുമിച്ച് ചേർത്താണ് നമ്മൾ ഏത് പേരിൽ വിളിക്കാന്നറിയോ? ലൈമാൻ സീരീസ് ഓഫ് റേഡിയേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ പറ, എപ്പോഴാണ് ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ ലൈമാൻ സീരീസ് കിട്ടുക? ലൈമാൻ സീരീസ് ഓഫ് റേഡിയേഷൻ എന്ന് പറയുന്ന ആ റേഡിയേഷൻ എപ്പോഴാണ് നമുക്ക് കിട്ടുക? ഹൈഡ്രജൻ ആറ്റത്തിലെ എക്സൈറ്റഡ് ഇലക്ട്രോണുകൾ ഹയർ എനർജി ലെവലിൽ നിന്ന് ഫസ്റ്റ് എനർജി ലെവലിലേക്ക് തിരിച്ചു വരുമ്പോഴെല്ലാം നമുക്ക് ഏത് റേഡിയേഷനാണ് കിട്ടുക? ലൈമാൻ സീരീസ് ആണ് കിട്ടുക. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ എപ്പോഴാണ് ലൈമാൻ സീരീസ് കിട്ടുക മനസ്സിലായോ? ഓക്കെ, ഇനി ഈ എക്സൈറ്റഡ് ഇലക്ട്രോണുകൾക്ക് ഫസ്റ്റ് എനർജി ലെവലിലേക്ക് തന്നെ തിരിച്ചു വരുന്നത് യാതൊരു നിർബന്ധമില്ല. അവർക്ക് ഏത് എനർജി ലെവലിലേക്ക് വേണമെങ്കിലും തിരിച്ചു വരാം. സപ്പോസ് ഹയർ എനർജി ലെവലുകളിലേക്ക് എക്സൈറ്റഡ് ആയ ഇലക്ട്രോൺസ് ഹൈഡ്രജൻ ആറ്റത്തിലെ സെക്കൻഡ് എനർജി ലെവലിലേക്കാണ് തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോ തേർഡ് എനർജി ലെവലിലേക്ക് എക്സൈറ്റഡ് ആയ ഇലക്ട്രോൺ സെക്കൻഡ് എനർജി ലെവലിലേക്ക് തിരിച്ചു വന്നു. ഫോർത്തിലേക്ക് എക്സൈറ്റഡ് ആയ ഇലക്ട്രോണും സെക്കൻഡ് എനർജി ലെവലിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ ഹയർ എനർജി ലെവലുകളിലേക്ക് എക്സൈറ്റഡ് ആയ ഇലക്ട്രോണുകൾ മുഴുവൻ സെക്കൻഡ് എനർജി ലെവലിലേക്കാണ്, അതായത് സെക്കൻഡ് ഷെല്ലിലേക്കാണ് തിരിച്ചു വന്നതെങ്കിൽ ഈ സമയത്തെല്ലാം ഇതൊരു റേഡിയേഷൻ എമിറ്റ് ചെയ്യുമല്ലോ. അങ്ങനെ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസിനെ എല്ലാം ചേർത്താണ് നമ്മൾ ബാമർ സീരീസ് ഓഫ് റേഡിയേഷൻസ് എന്ന് വിളിച്ചത്. എന്താ വിളിച്ചത്? ബാമർ സീരീസ് ഓഫ് റേഡിയേഷൻ. അപ്പൊ എപ്പോഴാണ് നിങ്ങൾക്ക് ബാമർ സീരീസ് കിട്ടുക ഹൈഡ്രജൻ സ്പെക്ട്രത്തില്? എപ്പോഴൊക്കെ ഹൈഡ്രജൻ ആറ്റത്തിലെ എക്സൈറ്റഡ് ഇലക്ട്രോണുകൾ സെക്കൻഡ് എനർജി ലെവലിലേക്ക് തിരിച്ചു വരുന്നുണ്ടോ അപ്പോഴൊക്കെ അത് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ ഏതായിരിക്കും? ബാമർ സീരീസ് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഏത് എനർജി ലെവലിലേക്ക് വേണമെങ്കിലും തിരിച്ചു വരാം. അപ്പൊ മൂന്നാമത്തെ എനർജി ലെവലിലേക്കാണ് തിരിച്ചു വരുന്നെങ്കിലോ, സപ്പോസ് നാലാമത്തെ എനർജി ലെവലിലേക്ക് എക്സൈറ്റഡ് ആയ ഒരു ഇലക്ട്രോൺ മൂന്നാമത്തെ എനർജി ലെവലിലേക്ക് തിരിച്ചു വരുന്നു. അഞ്ചാമത്തെ എനർജി ലെവലിൽ നിന്നും ആറാമത്തെ എനർജി ലെവലിൽ നിന്നും ഏഴാമത്തെ എനർജി ലെവലിൽ നിന്നും ഇവർ ഇൻഫിനിറ്റിയിലുള്ള എനർജി ലെവലിൽ നിന്ന് പോലും ഇലക്ട്രോൺ മൂന്നാമത്തെ എനർജി ലെവലിലേക്കാണ് തിരിച്ചു വരുന്നതെങ്കിൽ ഈ സമയത്ത് ഹൈഡ്രജൻ ആറ്റം എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസിനെല്ലാം നമ്മൾ എന്താ വിളിക്കാം? പാഷൻ സീരീസ് ഓഫ് റേഡിയേഷൻസ് എന്നാണ് വിളിക്കുക. പാഷൻ സീരീസ് ഓഫ് റേഡിയേഷൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് നമുക്ക് ബ്രാക്കറ്റ് സീരീസ് കിട്ടുക? ഇനി എളുപ്പമാണ്. ഹയർ എനർജി ലെവലുകളിൽ നിന്ന് നാലാമത്തെ എനർജി ലെവലിലേക്കാണ് ഇലക്ട്രോൺ തിരിച്ചു വരുന്നതെങ്കിൽ അപ്പൊ 5ൽ നിന്നും നാലാമത്തേതിലേക്ക്, 6ൽ നിന്നും നാലാമത്തേതിലേക്ക്, 7ൽ നിന്നും നാലാമത്തേതിലേക്ക്, അങ്ങനെ എല്ലാ ഹയർ എനർജി ലെവലുകളിൽ നിന്നും നാലാമത്തെ എനർജി ലെവലിലേക്കാണ് ഇലക്ട്രോൺ തിരിച്ചു വരുന്നതെങ്കിൽ ആ സമയത്ത് ഹൈഡ്രജൻ ആറ്റം എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസിനെല്ലാം ചേർത്താണ് നമ്മൾ എന്ത് വിളിക്കുക? ബ്രാക്കറ്റ് സീരീസ് എന്ന് വിളിക്കുക. ബ്രാക്കറ്റ് സീരീസ്. അങ്ങനെയാണെങ്കിൽ ഹയർ ലെവലുകളിൽ നിന്ന് 5ാമത്തെ എനർജി ലെവലിലേക്കാണ് ഇലക്ട്രോൺ തിരിച്ചു വരുന്നെങ്കിലോ, ഹയർ എനർജി ലെവലുകളിൽ നിന്ന് 5ാമത്തെ എനർജി ലെവലിലേക്കാണ് ഇലക്ട്രോൺ തിരിച്ചു വരുന്നതെങ്കിൽ ആ സമയത്ത് ഹൈഡ്രജൻ ആറ്റം പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫണ്ട് സീരീസ് ഓഫ് റേഡിയേഷൻസ് എന്ന് വിളിക്കാം. ഓക്കെ നിങ്ങൾ, അപ്പൊ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ ഈ ഓരോ ലൈനും എങ്ങനെ കിട്ടി, എപ്പോ കിട്ടി, എന്തുകൊണ്ട് കിട്ടി എന്നുള്ളതിന്റെ ഉത്തരമാണ് ഞാനിപ്പോ നിങ്ങൾക്ക് തന്നത്. എക്സ്പ്ലനേഷൻ ഫോർ ലൈൻ എമിഷൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. കണ്ടോ, എപ്പോഴും നമുക്ക് ലൈമാൻ സീരീസ് കിട്ടാം. എങ്ങനെയാണ് നമുക്ക് ലൈമാൻ സീരീസ് കിട്ടാം? എന്തുകൊണ്ടാണ് ലൈമാൻ സീരീസ് കിട്ടുന്നത്? എക്സൈറ്റഡ് സ്റ്റേറ്റുകളിൽ നിന്ന് ഹയർ എനർജി ലെവലുകളിൽ നിന്ന് എക്സൈറ്റഡ് ഇലക്ട്രോൺ ഏത് ലെവലിലേക്ക് തിരിച്ചു വരുമ്പോഴാണ്? ഫസ്റ്റ് എനർജി ലെവലിലേക്ക് തിരിച്ചു വരുമ്പോൾ. ഓക്കെ, എക്സൈറ്റഡ് സ്റ്റേറ്റുകളിൽ നിന്ന് സെക്കൻഡ് എനർജി ലെവലിലേക്ക് തിരിച്ചു വരുമ്പോൾ ബാമർ സീരീസ്, തേർഡ് എനർജി ലെവലിലേക്ക് തിരിച്ചു വരുമ്പോൾ പാഷൻ സീരീസ്, ഫോർത്ത് എനർജി ലെവലിലേക്ക് തിരിച്ചു വരുമ്പോൾ ബ്രാക്കറ്റ്, ഫിഫ്ത് എനർജി ലെവലിലേക്ക് തിരിച്ചു വരുമ്പോൾ ഫണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അല്ല സാറേ ഫിഫ്ത് എനർജി ലെവലിലേക്ക് വരെ മാത്രമേ തിരിച്ചു വരാൻ പറ്റുള്ളൂ, സിക്സ്ത് എനർജി ലെവലിലേക്കും സെവന്തിലേക്കും എയ്ത്തിലേക്കും ഒക്കെ തിരിച്ചു വന്നുകൂടെ ഇലക്ട്രോൺസിന് വരാം. അപ്പോഴൊക്കെയും അത് റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്യില്ലേ? എമിറ്റ് ചെയ്യും. അപ്പൊ പിന്നെ എന്തുകൊണ്ടാ ഈ 5 എണ്ണം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞേ? 5 എണ്ണം മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് 5 പേരുടെ കാര്യങ്ങൾ മാത്രമാണ്. ഞാൻ ഒരിക്കലും ഈ 5 പേരല്ലാതെ മറ്റാരും അതിലില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ ഈ 5 റേഡിയേഷൻസ് മാത്രമല്ല, 5ൽ കൂടുതൽ റേഡിയേഷൻസ് ഉണ്ട്. പക്ഷേ ഈ 5 റേഡിയേഷൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ഇപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമുള്ളൂ. ഇതിൽ കൂടുതലുള്ള ആളുകളെ കുറിച്ച് നിങ്ങൾ ഹയർ ക്ലാസ്സുകളിൽ മാത്രം കേട്ടാൽ മതി. അപ്പൊ മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. പറഞ്ഞ ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പൊ തൽക്കാലം നമ്മൾ ഈ 5 കാര്യങ്ങൾ മാത്രം, ഈ 5 റേഡിയേഷൻസിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ.
ഫിഫ്ത്ത് എനർജി ലെവലിലേക്ക് തിരിച്ചു വരുന്ന കാര്യങ്ങൾ വരെയുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ആറാമത്തെയും ഏഴാമത്തെയും എട്ടാമത്തെയും ലെവലുകളിലേക്കൊക്കെ തിരിച്ചു വരാം. ആ സമയത്തൊക്കെയും റേഡിയേഷൻസ് പുറത്തേക്ക് പോകും. ആ റേഡിയേഷൻസ് ഒക്കെ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ കാണുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ പലതും നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, പലതും കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് അറിയാവുന്നത് ഈ 5 റേഡിയേഷൻസിനെ കുറിച്ച് മാത്രമാണ്. അവരെ കുറിച്ച് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ഓരോ കമ്പോണന്റും എങ്ങനെ കിട്ടുന്നോ, എന്തുകൊണ്ട് കിട്ടുന്നോ, എപ്പോ കിട്ടുന്നോ എന്നതിന്റെ ഉത്തരമായി. അപ്പൊ നമ്മൾ ഹൈഡ്രജൻ സ്പെക്ട്രം എന്താണെന്ന് പറഞ്ഞു, എങ്ങനെയാണ് ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ കമ്പോണന്റ് റേഡിയേഷൻസ് എന്തൊക്കെയാണ്, അതിലെ പേരുകൾ എങ്ങനെയാണ്, ഈ റേഡിയേഷൻസ് ഒക്കെ എപ്പോഴാണ് ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഓക്കെ, ഈ റേഡിയേഷൻസുമായി ബന്ധപ്പെട്ട് ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ 5 റേഡിയേഷൻസ് ആണല്ലോ. ഈ 5 റേഡിയേഷൻസിന്റെയും വേവ് നമ്പർ കണ്ടുപിടിക്കാൻ, എന്താ വേവ് നമ്പർ? ന്യൂ ബാർ ആണ് അല്ലെ. വേവ് നമ്പർ കണ്ടുപിടിക്കാൻ ജോഹന്നസ് റീഡ്ബർഗ് എന്ന് പറയുന്ന സയന്റിസ്റ്റ്, ആരാണ്? ജോഹന്നസ് റീഡ്ബർഗ്. അദ്ദേഹത്തിന് ഒരുപാട് നാളത്തെ ഒബ്സർവേഷനും പഠനങ്ങൾക്കും ഒക്കെ ശേഷം അദ്ദേഹം ഈ ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ റേഡിയേഷൻസിന്റെ ലൈമാൻ സീരീസിന്റെയും ബാമർ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, ഫൺ സീരീസ് മുതലായിട്ടുള്ള റേഡിയേഷൻസിന്റെ വേവ് നമ്പർ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്തു. ആ ഇക്വേഷൻ എന്താണെന്നറിയോ? ന്യൂ ബാർ ഈസ് ഈക്വൽ ടു 109677 into 1 by n1 square minus 1 by n2 square. ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് വേവ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു സെന്റിമീറ്റർ ഇൻവേഴ്സിലുള്ള വേവ് നമ്പർ കിട്ടും. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ ലൈമാൻ സീരീസിന്റെ വേവ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം, ബാമർ സീരീസിന്റെയും പാഷൻ സീരീസിന്റെയും ബ്രാക്കറ്റ് സീരീസിന്റെയും ഫണ്ട് സീരീസിന്റെയും ഒക്കെ വേവ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കാം. ഈ ഇക്വേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റീഡ്ബർഗ് ഇക്വേഷൻ. എന്താ വിളിക്കുക? റീഡ്ബർഗ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ എന്താ റീഡ്ബർഗ് ഇക്വേഷൻ? ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ കമ്പോണന്റ് റേഡിയേഷൻസിന്റെ വേവ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ്. എന്താണ് ഇക്വേഷൻ പറയുന്നത്? വേവ് നമ്പർ ഈസ് ഈക്വൽ ടു 109677 into 1 by n1 square minus 1 by n2 square. പക്ഷേ ശ്രദ്ധിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഇതിന്റെ കൂടെ റീഡ്ബർഗ് പറഞ്ഞ കാര്യമാണ് n2 should be greater than n1. n2 എന്ന് പറയുന്നത് n1-നേക്കാൾ വലിയ വാല്യൂ ആയിരിക്കണം. എന്താണ് ഈ n1 ഉം n2 എന്ന് അറിയോ നിങ്ങൾക്ക്? n1 n2 എന്ന് പറയുന്നത് നമ്മളിപ്പോ ലൈമാൻ സീരീസ് നമുക്ക് എപ്പോഴാണ് കിട്ടാം? ഹയർ എനർജി ലെവലിൽ നിന്ന് ഫസ്റ്റ് എനർജി ലെവലിലേക്ക് വരുമ്പോഴാണ്. n1 n2 എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തിലെ എനർജി ലെവലുകളുടെ നമ്പറാണ്. ഓക്കെ, n1 എന്ന് പറയുന്നത് എപ്പോഴും n2-നേക്കാൾ കൂടുതലായിരിക്കണം. n2 എന്ന് പറയുന്നത് എപ്പോഴും n1-നേക്കാൾ കൂടുതലായിരിക്കണം അല്ലെ? ഓക്കെ, n1 എന്താണെന്നറിയോ? n1 എന്ന് പറയുന്നത് ഏത് എനർജി ലെവലിലേക്കാണോ ഇലക്ട്രോൺ തിരിച്ചു വരുന്നത് ആ എനർജി ലെവലിന്റെ നമ്പറാണ് n1. n2 എന്താണെന്നറിയോ? ഏത് എനർജി ലെവലിൽ നിന്നാണോ തിരിച്ചു വരുന്നത് ആ എനർജി ലെവലിന്റെ നമ്പറാണ് n2. അപ്പൊ n1 ഉം n2 എന്താണെന്ന് മനസ്സിലായോ? n1 എന്ന് പറയുന്നത് ഏത് ലെവലിലേക്കാണോ തിരിച്ചു വരുന്നത് ആ ലെവലിന്റെ നമ്പറാണ് n1. ഏത് ലെവലിൽ നിന്നാണോ തിരിച്ചു വരുന്നത് അതാണ് n2. അപ്പൊ നിങ്ങൾ നോക്കിയേ, 5ാമത്തെ എനർജി ലെവലിൽ നിന്ന് 1ാമത്തെ എനർജി ലെവലിലേക്കാണ് ഇലക്ട്രോൺ തിരിച്ചു വരുന്നതെങ്കിൽ n1 എത്രയാ? 1 ആണ്. n2 എത്രയാ? 5 ആണ്. മനസ്സിലായോ? 5ാമത്തെ ലെവലിൽ നിന്ന് 1ാമത്തെ ലെവലിലേക്ക് വരുമ്പോ n1 എവിടേക്കാണ് തിരിച്ചു വരുന്നത്? 1. n2 എവിടെ നിന്നാണ് തിരിച്ചു വരുന്നത്? 5. ക്ലിയർ ആണല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. ഈ 5 റേഡിയേഷൻസിന്റെയും നമ്മുടെ 5 റേഡിയേഷൻസ് ഉണ്ടല്ലോ, ഈ 5 റേഡിയേഷൻസിന്റെയും പോസിബിൾ ആയിട്ടുള്ള n1 n2 വാല്യൂസ് ഞാനൊന്ന് എഴുതി തരാം. ഓക്കെ, ഏതൊക്കെയാണ് 5 റേഡിയേഷൻസ് ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാലോ? ഓക്കെ, ആദ്യത്തെ കോളത്തിൽ ഞാൻ റേഡിയേഷന്റെ നെയിം ആണ് എഴുതുന്നത്. രണ്ടാമത്തെ കോളത്തിൽ ഞാൻ n1 വാല്യൂ ആണ്, മൂന്നാമത്തെ കോളത്തിൽ ഞാൻ n2 വാല്യൂ ആണ് എഴുതുന്നത്. ഏതൊക്കെയാണ് റേഡിയേഷൻസ്? ലൈമാൻ സീരീസ് ഉണ്ട്, ബാമർ സീരീസ് ഉണ്ട്, പാഷൻ സീരീസ് ഉണ്ട്, ബ്രാക്കറ്റ് സീരീസ് ഉണ്ട്, ഓക്കെ, ഫൺ സീരീസ് ഉണ്ട്. ഇത്രയും ആളുകളെ കുറിച്ചാണല്ലോ നമുക്ക് അറിയേണ്ടത്. ഇനി ലൈമാൻ സീരീസ് എന്ന് പറയുന്നത് ഏത് എനർജി ലെവലിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് നമുക്ക് കിട്ടുക? ഫസ്റ്റ് എനർജി ലെവലിലേക്ക്. അപ്പൊ ലൈമാൻ സീരീസിന്റെ n1 വാല്യൂ എപ്പോഴും എത്രയായിരിക്കും? 1 ആയിരിക്കും. n2 വാല്യൂ എത്രയായിരിക്കും? 1-നേക്കാൾ കൂടുതലായ ഏത് എനർജി ലെവലിൽ നിന്നും തിരിച്ചു വരാം. അപ്പൊ n2 എന്ന് പറയുന്നത്
2 ആവാം, 3 ആവാം, 4 ആവാം, അതിന് മുകളിലുള്ള എത്രയും ആവാം, 2, 3, 4, 5, 6 എത്രയും ആവാം. ഇനി ബാമർ സീരീസിൽ N1 എത്രയായിരിക്കും? N1 എന്ന് പറഞ്ഞാൽ എന്താ? ഏത് ലെവലിലേക്കാണോ തിരിച്ചു വരിക അതാണ് N1. അപ്പൊ ബാമർ സീരീസ് കിട്ടുന്ന എപ്പോഴാണ്? സെക്കൻഡ് ലെവലിലേക്ക് വരുമ്പോഴാണ്. അപ്പൊ N1 എത്രയാ? 2. N2 എത്രയാ? അതിന് മുകളിലുള്ള ഏത് ഹയർ എനർജി ലെവലും ആവാം അല്ലെ? 3 ആവാം, 4 ആവാം, 5 ആവാം, എക്സെട്ര എക്സെട്ര. ഓക്കെ. പാഷൻ സീരീസ് എന്ന് പറയുന്നത് എപ്പോഴാണ് നമുക്ക് കിട്ടുക? തേർഡ് എനർജി ലെവലിലേക്ക് തിരിച്ചു വരുമ്പോഴാണ്. അപ്പൊ പാഷൻ സീരീസിന്റെ N1 വാല്യൂ എത്രയാ? 3 ആണ്. N2 എത്രയാ? 3ക്ക് മുകളിലുള്ള ഏത് ഹയർ എനർജി ലെവലും ആകാം N2 അല്ലെ? 4, 5, 6, 7 എക്സെട്ര. ഓക്കെ. ബ്രാക്കറ്റ് സീരീസ് എപ്പോഴാണ് കിട്ടുക? നാലാമത്തെ ലെവലിലേക്ക് വരുമ്പോഴാണ്. അപ്പൊ N1 വാല്യൂ എത്രയായിരിക്കും? 4 ആയിരിക്കും. N2 എത്രയായിരിക്കും? 4ന് മുകളിലുള്ള ഏത് എനർജി ലെവലും N2 കൊടുക്കാം. ഓക്കെ. ഇനി ഫൺ സീരീസ് എപ്പോഴാണ് കിട്ടുക? അഞ്ചാമത്തെ ലെവലിലേക്ക് വരുമ്പോഴാണ്. അപ്പൊ N1 എത്രയാ? ഫൺ സീരീസിന്റെ 5 ആണ്. N2 എത്രയാ? 5ന് മുകളിലുള്ള ഏത് ഹയർ എനർജി ലെവലും അതിന്റെ N2 വാല്യൂ ആണ്. ഓക്കെ. അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞു കഴിയുമ്പോ അറ്റോമിക് സ്പെക്ട്രം ഓഫ് ഹൈഡ്രജന്റെ കഥ കഴിഞ്ഞു. അറ്റോമിക് സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ അതിന്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും നേരം. എന്താണ് ആ ഹൈഡ്രജന്റെ അറ്റോമിക് സ്പെക്ട്രം? എങ്ങനെയാണ് അത് കിട്ടുക? ഏതൊക്കെയാണ് അതിലെ കമ്പോണന്റുകൾ? ആ കമ്പോണന്റുകളുടെ പേരുകൾ എവിടെ നിന്ന് വന്നു? ഈ കമ്പോണന്റുകളൊക്കെ എപ്പോഴാണ് എമിറ്റ് ചെയ്യുന്നത്? ഹൈഡ്രജൻ ആറ്റത്തിൽ എന്ത് ചേഞ്ച് ആണ് സംഭവിക്കുക? ആ റേഡിയേഷൻസിന്റെ ഒക്കെ വേവ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? അങ്ങനെ സകല കാര്യങ്ങളും ഹൈഡ്രജൻ അതിന്റെ അറ്റോമിക് സ്പെക്ട്രമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞു. ശരിയല്ലേ? ആണ്. അപ്പൊ നമ്മൾ ആദ്യം കഥ പറഞ്ഞതാരാ? റേഡിയേഷൻ അതിന്റെ കഥ പറഞ്ഞു. ഇപ്പൊ കഥ പറഞ്ഞതാരാ? ഹൈഡ്രജൻ അതിന്റെ അറ്റോമിക് സ്പെക്ട്രത്തെ കുറിച്ച് പറഞ്ഞു. ഏകദേശം നമ്മൾ ബോർസ് മോഡൽ ഓഫ് ആറ്റത്തിന്റെ വീട്ടുപടിക്കലെത്തി. ഓക്കെ. നീൽസ് ബോർ നമ്മളെയും കാത്ത് വീട്ടിനുള്ളിൽ ഇരിക്കുന്നുണ്ട്. നമ്മൾ പടി കടന്ന് ചെന്നാൽ മതി, ഗേറ്റ് കടന്ന് ചെന്നാൽ മതി. നമ്മളിപ്പോ നീൽസ് ബോറിന്റെ വീടിന്റെ ഗേറ്റിലാണ്. ഓക്കെ.